എന്നാൽ പ്രധാന പുസ്തകങ്ങൾ ദാനിയേൽ, വെളിപ്പാട് കൃതികളാണ്. ഈ ദാനിയേൽ, വെളിപ്പാട് പുസ്തകങ്ങൾ യേശുവിൻ്റെ വരവിനെയോ അവിടുന്ന് സ്ഥാപിക്കുന്ന ദൈവരാജ്യത്തെയോ കുറിച്ചുള്ളവയാണ്. അതിൽ ദാനിയേൽ പ്രവചനത്തിലൂടെ വന്ന് ഇപ്പോൾ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വന്നു നിൽക്കുകയാണ് പകൽ കൊണ്ട്. അതുവരെയാണ് കൃത്യതയോടെ ഇതുവരെ നടന്നിട്ടുള്ളത്. എന്നാൽ ഇതൊരു കമ്പാറ്റീവ് സ്റ്റഡിയാണ്, താരതമ്യ പഠനമാണ്. ഒരു പുസ്തകത്തിൽ തന്നെ നിൽക്കാതെ തിരിച്ച് വീണ്ടും വരണം, വീണ്ടും അങ്ങോട്ട് പോകണം. കാരണം വിഷയാസ്പദ പഠനമാണ്. ടെക്സ്റ്റിനെ മാത്രം ബേസ് ചെയ്തല്ല, വിഷയത്തെ കേന്ദ്രീകരിച്ച് ടെക്സ്റ്റിനെ പഠിപ്പിക്കുന്നതാണ് വിഷയാസ്പദ പഠനം. എന്നാൽ ടെക്സ്റ്റുവൽ സ്റ്റഡി ഉണ്ട്, അത് ഒരു പുസ്തകത്തിൽ തന്നെ നിൽക്കണം. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ നിബന്ധനകൾ. ഏതായാലും കാര്യം നമുക്ക് മനസ്സിലാകണം, അതിനു വേണ്ടിയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഇന്ന് പകൽ പറഞ്ഞു നിർത്തിയ ഭാഗത്തിലേക്ക് വരാം. ഞങ്ങൾ പകൽ ദാനിയേൽ പ്രവചനത്തിലെ ദാനിയേൽ കണ്ട സ്വപ്നം, അതിലെ ഒരു ബിംബത്തെക്കുറിച്ചാണ് പറഞ്ഞത്. പകൽ വന്നവർക്ക് അത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് വേണ്ടി കൂടി ഒന്ന് ആവർത്തിക്കുന്നു. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ മഹാരാജാവ് നെബൂഖദ്നേസർ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ അതിൻ്റെ ഒരു ബിംബമാണ് അദ്ദേഹം കണ്ടത്. ആ ബിംബത്തിൻ്റെ പ്രത്യേകത ഒരു സമ്മിശ്ര ലോഹ ബിംബം. സമ്മിശ്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പലവിധ ലോഹങ്ങൾ ഒരുമിച്ച് വിളക്കി ചേർത്തുണ്ടാക്കിയ ഒരു ബിംബം. ഒരു സിങ്ക്രറ്റിക് ഇമേജാണ്. അതിനകത്ത് മെറ്റലാണ് മൊത്തം. ഒന്നാമത് അതിൽ തല സ്വർണം കൊണ്ടുള്ളത്, തങ്കം കൊണ്ടുള്ളത്, നെഞ്ച് കൈയും വെള്ളി കൊണ്ടുള്ളത്, അരയും വയറും താമ്രം കൊണ്ടുള്ളത്, തുട ഇരുമ്പ് കൊണ്ട്, കാൽ പാതി കളിമണ്ണ് പാതി ഇരുമ്പ്, കൈ തൊടാത്തൊരു കല്ല് വന്ന് ആ ബിംബത്തെ ഇടിച്ച് തകർത്ത് ആ ബിംബം തകരുകയും തലസ്ഥാനത്ത് ഒരു കല്ല് വളർന്ന് വലിയൊരു രാജ്യമായി തീരുകയും ചെയ്യുന്ന കാഴ്ചയാണ് രാജാവ് കണ്ടത്. അത് 2-ാം അധ്യായത്തിൻ്റെ 31 മുതൽ ദർശനത്തിൻ്റെ വിശദാംശം ദൈവപുരുഷനായ ദാനിയേൽ പറയുന്നു. അതനുസരിച്ച് തങ്കം കൊണ്ടുള്ള തല മഹാരാജാവ് തന്നെ. രാജാവിന് ശേഷം മറ്റു ഒരു രാജ്യം വന്ന് ഈ മേഖല കീഴടക്കിക്കൊണ്ട് ഒരു പുതിയ സാമ്രാജ്യം ഉദയം ചെയ്യുമെന്നും അതും തകർന്നിട്ട് 3-മതൊന്ന് വരും, പിന്നെ 4-മതൊന്ന് വരും. ഇതാണ് പറഞ്ഞു വന്നതിൻ്റെ സാരാംശം. ആ 4 സാമ്രാജ്യങ്ങളെ അക്കമിട്ട് ഞങ്ങൾ പഠിച്ചു. അത് ഞാൻ ആവർത്തിക്കുന്നു ഇപ്പോൾ വന്നവർക്ക് വേണ്ടി. അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ് ഇരുന്നവരത് പറഞ്ഞാലും കുഴപ്പമില്ല. തങ്കം കൊണ്ടുള്ള തല ബാബിലോൺ, പിന്നെ നെഞ്ചും കൈയും വെള്ളി കൊണ്ടുള്ളത് മേദ്യ പാർസ്യ, ദെൻ 3-ാം സാമ്രാജ്യമായ വയറ് ഗ്രീസാണ്, 4-മത്തത് റോമാണ്. അപ്പോൾ അത് ക്രമത്തിന് പഠിക്കാം. തങ്കം കൊണ്ടുള്ള തല ബാബിലോൺ, നെഞ്ചും കൈയും വെള്ളി കൊണ്ട് അത് മെയ്ഡ് ഓഫ് പേർഷ്യ, ദെൻ ബെല്ലി അത് കോപ്പറാണ്, അത് മെയ്ഡ് ഔട്ട് ഓഫ് കോപ്പർ, അത് ഗ്രീസാണ്. ഞാൻ അതിൻ്റെ വിശദാംശം പറഞ്ഞു. ഈ തല ബുദ്ധിയുടെയും നെഞ്ച് അല്ലെങ്കിൽ ഹൃദയം സ്നേഹത്തിൻ്റെയും വയറ് ദഹനത്തിൻ്റെയും ഭാഗമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ലോകരാജ്യത്തെ ബുദ്ധിപരമായി ചിന്തിപ്പിച്ച പ്രചോദിപ്പിച്ച 1-ാം സാമ്രാജ്യത്തെ നമ്മൾ കണ്ടു. അത് ബാബിലോണാണ്. ലോകത്തോട് വിശേഷിച്ച് ഇസ്രായേൽ മക്കളോട് സ്നേഹാദരവുകളുടെ പെരുമാറിയ പേർഷ്യൻ സാമ്രാജ്യത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞ രാത്രി. 3-മത് ലോകത്തെ മുഴുവൻ വിഴുങ്ങിത്തീർത്ത് ദഹിപ്പിച്ച് ചരിത്രത്തിൻ്റെ ഭാഗമാക്കിയ മഹാനായ അലക്സാണ്ടറുടെ സാമ്രാജ്യമായ ഗ്രീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. പഠിക്കാതെ പോയ ഒരേ ഒരു കാര്യം റോമാണ്. ബാക്കി 3 കാര്യങ്ങൾ പഠിച്ചു. മാത്രമല്ല ഒരധ്യായം എടുത്തുകൊണ്ട് മഹാനായ അലക്സാണ്ടറുടെ ധീരകൃത്യങ്ങളും യുദ്ധങ്ങളും വിശദീകരിക്കാൻ ബൈബിളിൽ ഒരധ്യായം മാറ്റിവെച്ചു എന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടല്ലോ? ചാപ്റ്റർ 8, ദാനിയേൽ ചാപ്റ്റർ 8. അത് മഹാനായ അലക്സാണ്ടറുടെ കടന്നാക്രമണമാണ്. ലോകം മുഴുവൻ കീഴടക്കുന്ന അലക്സാണ്ടറുടെ യുദ്ധതന്ത്രങ്ങളും വ്യഗ്രതകളും പരാമർശിച്ചുകൊണ്ട് 8-ാം അധ്യായം നിലകൊള്ളുകയാണ്. ഒരു ആട്ടുകൊറ്റൻ്റെയും കോലാട്ടുകൊറ്റൻ്റെയും യുദ്ധം ഇവ രണ്ടുമാണ് എന്നത് വാക്യ തെളിവുകളോടെ നമ്മൾ ഉദ്ധരിച്ചു കഴിഞ്ഞ പകൽ. അങ്ങനെയാണ് ആ ക്ലാസ് തീർന്നത്. ഓക്കെ, അത്രയും മനസ്സിലായില്ലേ? കൂടാതെ കഴിഞ്ഞ രാത്രിയിൽ പറഞ്ഞു നിർത്തിയ ഒരു ഭാഗം ഇന്ന് പകൽ പറയേണ്ടിയിരുന്നു. എന്നാൽ അത് പറയാതെ വിട്ടത് വളരെ സുപ്രധാനമായ ഒരു ഭാഗമായതുകൊണ്ട് ഇന്ന് വൈകിട്ട് വരുന്നവർ കൂടി മനസ്സിലാകേണ്ടതിനാണ്. ഞാൻ പകൽ സൂചിപ്പിച്ചു. അത് എന്താ? അത് ഇന്നലെ രാത്രി നമ്മൾ പറഞ്ഞു നിർത്തിയത് മഹത്തരമായ ബാബിലോണ്യ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയാണ്. ആ തകർച്ചയ്ക്ക് ശേഷം അത് വീണ്ടും പണിയപ്പെടാതെ പോകുന്ന വാക്യം ഇന്ന് പകലാണ് കാട്ടിക്കൊടുത്തത്. ഓർമ്മയുണ്ടല്ലോ? അത് പറഞ്ഞ് നമ്മൾ തുടങ്ങിയത് എവിടെയാണത്? യെശയ്യാ പ്രവചനം 13:19 മുതൽ. അത് മുതൽ ഒന്നുകൂടി വായിച്ചുകൊള്ളൂ. അപ്പോൾ ഇന്നലത്തെ വിഷയമായിട്ട് അവ യോജിച്ചു പോകും. വായിക്കാം. യെശയ്യാ 13:19 മുതൽ. ഞങ്ങൾ പകൽ പറഞ്ഞതാണ് രാജ്യങ്ങളുടെ മഹത്വവും കൽദയരുടെ പ്രശംസാലങ്കാരവുമായ ബാബിലോൺ.
സൊദോം ഗൊമോറയെ നശിപ്പിച്ചതുപോലെ ആയിത്തീരും. പിന്നെ അവിടെ മനുഷ്യവാസമുണ്ടാകയില്ല, കുടിപ്പാർപ്പുണ്ടാകയില്ല. പിന്നെ തലമുറ തലമുറയോളം ഈ മഹാനഗരത്തിൽ ആരും വസിക്കില്ല. അത് ഞാൻ മാറ്റിയിട്ടിരിക്കുന്നു. 20-ാം വാക്യമാണ്. അറബിക്കാരൻ അവിടെ കൂടാരമടിക്കയില്ല. പിന്നെ ഇടയന്മാർ ആടുകളെ കിടത്തുകയില്ല. പിന്നെ 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 അത്രയും വാക്യമൊന്ന് ഞങ്ങൾ പകൽ നന്നായി ചർച്ച ചെയ്തതാണ്. എങ്ങനെയാണ് ഈ മഹാസാമ്രാജ്യം തകരുന്നത്, ഈ രാഷ്ട്രം തകരുന്നത്, അതിൻ്റെ വിസ്തൃതിയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങോട്ട് പോയിട്ട് ധാരാളം സൗകര്യമുണ്ട്. പാസക എവിടെ ഇരിക്കുക, സൗകര്യമുണ്ട്. പെട്ടെന്നാട്ടെ ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്യാൻ പറഞ്ഞ പോലെ. ഓക്കെ, ശരി. അപ്പോൾ ഈ ബൃഹത് സാമ്രാജ്യം തകർന്നു. ആ സാമ്രാജ്യത്തിൻ്റെ പ്രത്യേകത ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. 60 മൈലാണ് അതിൻ്റെ ചുറ്റളവ്. അത് യൂഫ്രട്ടീസ് നദിയുടെ അക്കരയും ഇക്കരയുമായി സ്ഥാപിക്കപ്പെട്ടു. പല ആവർത്തി പറയുന്നത് നിങ്ങളുടെ ഓർമ്മയിൽ കിടക്കാനാണ്. ആ മഹാനഗരവും അനുബന്ധ സൗകര്യങ്ങളും ഇത്ര ബുദ്ധിപരമായി പണി കഴിപ്പിക്കുന്ന മഹാരാജാവ് ജനിക്കും മുമ്പ് പ്രവാചകൻ ആ നഗരത്തിൻ്റെ നാശം ദർശിച്ചു, അതിൻ്റെ കിടപ്പ് ദർശിച്ചു. വാക്യം തരുന്ന വിശദാംശമനുസരിച്ച് സൊദോം ഗൊമോറ എങ്ങനെ കിടക്കുമോ അതുപോലെയാകും ബാബിലോൺ. സമൃദ്ധിയുള്ളൊരു നഗരം നോക്കി പ്രവാചകൻ പറയുക, സൊദോം ഗൊമോറയെ മറിച്ചതുപോലെ ഈ നഗരത്തെ മറിച്ചിടും. അതാ ദൈവജനത്തിൻ്റെ പ്രത്യേകത. സമൃദ്ധിയുള്ള ഇടം നോക്കി പ്രവാചകൻ പറയുക, അത് നശിക്കും എന്ന് പറഞ്ഞാൽ നശിക്കും. ഒരു സമൃദ്ധിയില്ലാത്ത ഇടം കണ്ടിട്ട് പറയുക, നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും വിശ്വസിക്കാനാണ് നമുക്ക് സാധിക്കുന്നത്. കാരണം അതാണ് ചരിത്രത്തിലെ അനുഭവം, നമ്മുടെ എല്ലാ അനുഭവം. ശൂന്യതകളിൽ നിന്ന് നമ്മെ പടുത്തുയർത്തി ഇവിടെ വരെ കൊണ്ടുവന്നതാണ് കർത്താവ്. നമ്മുടെ കൺമുമ്പിൽ അനേക പ്രതാപശാലികൾ പട്ടുപോയ കാഴ്ചയും നമ്മൾ കണ്ടു. അപ്പോൾ ബാബിലോൺ നോക്കിയിട്ട് നമ്മുടെ കർത്താവ് പറയുക, വചനം പറയുക, സൊദോമിനെ ആക്കിയതുപോലെ ഞാൻ നിന്നെ മറിച്ചു കളയും. വീണ്ടും പറയുക, അതിൽ ഒരു നാളും കുടിപ്പാർപ്പുണ്ടാകയില്ല. അവിടെ ആടുകളെ ഇടയന്മാർ കൊണ്ട് കിടത്താൻ പോലും ഇഷ്ടപ്പെടാതെ ഏറ്റവും പ്രാകൃതാവസ്ഥയിലേക്ക് അധപ്പതിച്ച് പോകും. പിന്നെയും പറയാണ്, അവിടെ മരുമൃഗങ്ങൾ വന്ന് വസിക്കും, ഒട്ടകപ്പക്ഷികളൊക്കെ വസിക്കും, ഭൂതങ്ങൾ നൃത്തം ചെയ്യും, ഭയാനകതയുടെ കേന്ദ്രമായി ആരെയും ഭീതിപ്പെടുത്തുന്ന ഇടമായി അത് മാറും. ആ പ്രവചനം അന്വർത്ഥമാക്കിക്കൊണ്ട് നമ്മൾ ഇന്ന് വചനം പഠിക്കുന്ന രാത്രിയിലും ബാബിലോൺ അവിടെ കിടക്കുന്നു, ആളുകളെ അത്ഭുതപ്പെടുത്തുമാറ് അതിൻ്റെ സാക്ഷ്യം ഇങ്ങനെ കിടക്കുക, ഒരുത്തനും പണിയാനാവാതെ അതവിടെ കിടക്കുക. പലരും ഇത് പുനർനിർമ്മിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇത് നഗരം പുനർനിർമ്മിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടത് അവിടെ ഭരിച്ച സദ്ദാം ഹുസൈനാണ്. 80കളിലാണ് സദ്ദാം ഇറാഖിൻ്റെ ഭരണാധികാരിയായിട്ട് വരുന്നത്. അദ്ദേഹം നയിച്ച ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേര് ബാത്ത് പാർട്ടി എന്നാണ്. ബാത്ത് പാർട്ടി എന്ന് പറഞ്ഞാൽ എന്തോ, കുളിക്കുന്ന ആളുകളുടെ സംഘടന, അങ്ങനെയാണോ? ബോസ്റ്റൺ ടീ പാർട്ടി എന്താണെന്ന് കുട്ടികളോട് ചോദിച്ചു, അവർ എഴുതി വെച്ച കാര്യമൊന്നും പറയണ്ട. വട്ടമേശ സമ്മേളനത്തിനൊക്കെ എഴുതിയ ഉത്തരം ടീച്ചർമാരുണ്ട്, അവർക്ക് മനസ്സിലാവും. അവർക്ക് മനസ്സിലാകും. കുട്ടികൾ എഴുതിയ ആൻസർ ഷീറ്റൊക്കെ നോക്കുമ്പോൾ ഒട്ടേറെ ഏത് മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ടീച്ചറും ഹൃദയം തുറന്ന് ചിരിക്കാനുള്ള ഒത്തിരി വകുപ്പുകളുണ്ടല്ലേ. ഇനി വീട്ടിൽ ചെറിയ പ്രയാസമൊക്കെ ഉണ്ടായി ടീച്ചർ സ്കൂളിൽ ചെന്നിട്ട് പരീക്ഷയെല്ലാം ഇട്ട് തിരിച്ചു വരുമ്പോൾ ആ പേപ്പറൊന്ന് വായിച്ചാൽ മതി, ആ വലിയ മാനസിക പ്രയാസമൊക്കെ മാറിക്കിട്ടും. കുഞ്ഞുങ്ങളുടെ ഭാവനയൊക്കെ കെമിസ്ട്രി ആയിരിക്കും എഴുതുന്നത്, പക്ഷേ സാഹിത്യം പോലെ ഇരിക്കും അല്ലേ. പോട്ടെ. അപ്പോൾ അതുകൊണ്ട് ഈ ബാത്ത് പാർട്ടി അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ പേരാണ്, അത് അറബി പദമാണ്. അപ്പോൾ ഈ ബാത്ത് പാർട്ടിയുടെ നേതാവായി സദ്ദാം അധികാരത്തിലെത്തി. ക്രമേണ ഇറാഖിൻ്റെ പ്രസിഡൻ്റായി. അത് പറയുന്ന പദവിയുടെ പേര് ചാൻസലർ എന്നാണ്. ഇലക്ഷൻ ഇല്ലായിരുന്ന രാജ്യത്തൊന്നും റഫറൻഡം എന്ന പേരിലുള്ള ഒരു ഹിതപരിശോധന, ഞാൻ തന്നെ മതിയോ എന്ന് ചോദിക്കുക. അപ്പോൾ ഞാനിവിടെ ഒന്നുകൊണ്ട് പറയാ, ഞാൻ തന്നെ പ്രസംഗിച്ചാൽ മതിയോ? ഇപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് പറയാൻ പറ്റില്ലല്ലോ വേണ്ടെന്ന്. ഇതുപോലെയാണ് ഈ റഫറൻഡം. അങ്ങനെ റഫറൻഡം നടത്തി സ്ഥിരം ഭരണാധികാരിയായിട്ട് അദ്ദേഹം ഇരുന്നു. രസകരമായ കാര്യം, അദ്ദേഹത്തിൻ്റെ ഈ കൊള്ളിവയ്പ്പിനും തിന്മയ്ക്കും ഇല്ലാന്ന് കൂട്ടുനിന്നത് അമേരിക്കയാണ്. വേണ്ട പ്രോത്സാഹനം കൊടുത്ത് ഇവനെ വളർത്തി. എന്നിട്ട് കുവൈറ്റിനെ ആക്രമിക്കാൻ തീരുമാനിച്ചു. അതിനുമുമ്പ് ഇറാനെ ആക്രമിച്ചു.
ഇറാഖ് ഇറാനെ ആക്രമിക്കുന്നത് ഒരു വംശീയ കലാപമാണ്. കാരണം ലോകത്ത് മുസ്ലിങ്ങൾക്കിടയിൽ സുന്നി ഷിയ എന്ന പേരിൽ രണ്ട് വിഭാഗങ്ങളുണ്ട്. അതിൽ സുന്നികൾ ഫോളോ ചെയ്യുന്നത് നബിയെയാണ്, നബിയുടെ വചനങ്ങളെ, നബിയുടെ ചിന്തകളെയൊക്കെ അങ്ങനെ പോവാണ്. നബി എന്ന് പറഞ്ഞാൽ പ്രവാചകൻ്റെ, പ്രോഫറ്റ് മുഹമ്മദിൻ്റെ ചിന്തകളെ ആണെങ്കിൽ ഷിയാകൾ ഫോളോ ചെയ്യുന്നത് പ്രോഫറ്റിനെയല്ല, അലി എന്നു പേരായ അവരുടെ ഒരു ഖലീഫയാണ്. ഇസ്ലാമിക് ഖലീഫറേറ്റ്, ആ ചരിത്രമൊക്കെ പഠിച്ചാൽ മനസ്സിലാകും. ഖലീഫയാണ് അവർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഖലീഫയുടെ ചിന്തകളെ ഖുറാനിൽ നിന്ന് എടുത്തു മാറ്റിയെന്നും ഖുറാൻ തിരുത്തപ്പെട്ടതാണെന്നും ഷിയാകൾ വിശ്വസിക്കുന്നു. ആ ഷിയാകൾക്ക് ഭൂരിപക്ഷമുള്ള ഇടമാണ് ഇറാൻ. ഓക്കെ, സുന്നികൾക്ക് ഭൂരിപക്ഷമുള്ള ഇടമാണ് ഇറാഖ്. ഈ പാകിസ്ഥാനിൽ സുന്നികളും ഷിയാകളും ഒക്കെ ഉണ്ട്. ഇന്ത്യയിലും എനിക്കൊന്ന് ഇവിടെയൊക്കെ ഷിയാകളുള്ളതായിട്ടാണ് അറിവ്. അപ്പോൾ ഷിയാകളും സുന്നികളും തമ്മിൽ നല്ല കലഹമാണ്, നല്ല ആക്രമണമാണ്. അത് ഷിയാകളുടെ പള്ളികളിൽ സുന്നികൾക്ക് പ്രവേശനമില്ല. സുന്നികൾ ട്രഡീഷണൽ മുസ്ലിങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് ആക്രമിച്ചു, വലിയ ആക്രമണങ്ങളുണ്ടായി. അപ്പോഴൊക്കെ ഇറാഖിനെ അമേരിക്ക സപ്പോർട്ട് ചെയ്യുകയാണ്. എങ്ങനെ? ഇറാൻ്റെ നശീകരണത്തിന് വേണ്ടി. അപ്പോൾ അന്ന് അമേരിക്കൻ ഫണ്ട് വൻതോതിലുണ്ട്, ഇറാഖിനുണ്ട്. തിരിച്ച് എണ്ണക്കിണറുകളുടെ ആധിപത്യം ഇറാഖ് അമേരിക്കയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് വലിയ ഭായി ആയിട്ട് കഴിഞ്ഞു പോകുന്ന കാലമാണ്. ഇങ്ങനെ കാലം കുറെ കഴിഞ്ഞു. അന്ന് കോടികളുടെ ആസ്തിയുള്ളൊരു രാജ്യമാണ് ഇറാഖ്. മാത്രമല്ല വലിയ സൈനിക സമ്പത്തുള്ളൊരു രാഷ്ട്രമാണ് ഇറാഖ്. ഒരു ഫേസ് ടു ഫേസ് അറ്റാക്കിന് ആരും അവരോട് മുതിരാത്ത വിധത്തിൽ ആയുധശേഖരമുണ്ട് ഇറാഖിന്. പക്ഷെ അതൊക്കെ തകർന്നടിഞ്ഞു. അതിൻ്റെ കാരണങ്ങളിൽ പ്രധാനം എന്ന് പറയുന്നത് അദ്ദേഹം എന്താ പറയുക, കുവൈറ്റിനെ ആക്രമിക്കുന്നതാണ്. അവിടെ മുതലാണ് സൗഹൃദങ്ങളിൽ ഉടക്ക് വരുന്നത്. അപ്പോൾ അതൊക്കെ പോട്ടെ, ഇപ്പോൾ ആ യുദ്ധത്തിലൂടെ ഒന്നും പോകാൻ നമുക്ക് നേരമില്ല. അതുകൊണ്ട് അതിൻ്റെ അകത്തൊളിഞ്ഞിരിക്കുന്ന ഒരു വസ്തുത പറയാം. അദ്ദേഹം ആ ഇടക്ക് സമ്പന്നനായി മാറിയ സദ്ദാം, ഏകാധിപതിയായി മാറിയ സദ്ദാം, അദ്ദേഹം ഈ പറയപ്പെട്ട ബാബിലോൺ ഒന്ന് പുനരുദ്ധരിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ മനോരമ പത്രത്തിലൊക്കെ വന്ന പേപ്പർ കട്ടുണ്ട് എൻ്റെ പക്കൽ. അപ്പോൾ അതിൽ ഇൻഫർമേഷൻ എന്താണെന്ന് കേട്ടോളൂ. ഇത് പുനരുദ്ധരിക്കാൻ വേണ്ടി പബ്ലിക്കിനോട് കളക്ഷൻ ആവശ്യപ്പെട്ടു. പണമുണ്ട് അദ്ദേഹത്തിന്, പബ്ലിക്ക് കൊടുക്കാൻ റെഡിയാണ്. എങ്ങനെ കളക്ഷൻ? നമ്മുടെ സ്വത്തരാഴ്ച പോലെയല്ല, മറിച്ച് അദ്ദേഹം ഇതിലെ മൾട്ടിനാഷണൽ കമ്പനികളെ, കോർപ്പറേറ്റുകളെ ഇൻവൈറ്റ് ചെയ്തു. ഞാനിങ്ങനെ ഇത് പുനർനിർമ്മിക്കുകയാണ്, അവിടേക്ക് വരുന്ന ടൂറിസ്റ്റുകളുടെ ആ പണത്തിൻ്റെ ഓഹരി നിങ്ങൾക്ക് കിട്ടും, ഇപ്പോൾ ഇൻവൈറ്റ് ചെയ്യണം, അതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. ധാരാളം ആളുകൾ അതിന് തയ്യാറായി. എന്നിട്ട് 100 വിദഗ്ധ ശില്പികളെ, എൻജിനീയേഴ്സിനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്തു. അതിൽ 3 പേരും മലയാളികളായിരുന്നു. 3 മലയാളികളടക്കം എൻജിനീയേഴ്സിനെ തിരഞ്ഞെടുത്തുകൊണ്ട് പബ്ലിക് റിലേഷൻസ് വകുപ്പിൻ്റെതായി അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു. ആ പബ്ലിക് റിലേഷൻസ് വകുപ്പ് കൊടുത്ത അഡ്വർടൈസ്മെൻറ്റിൽ തലപ്പാവും ഉടവാളും ധരിച്ചിരിക്കുന്ന ഒരു രാജാവിൻ്റെ ചിത്രം, സ്വന്തം ചിത്രമാണ്. അതിൻ്റെ താഴെ എഴുതി സദ്ദാം ഹുസൈൻ ദ സെക്കൻഡ് നെബുക്കദ്നേസർ. നോക്കണം, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങളും എല്ലാം അതിൻ്റെ എഴുതി. നമ്മളിത് പുനർനിർമ്മിച്ച് ഇറാഖ് ലോക പൈതൃക നഗരമാക്കാൻ പോകുകയാണ്. അത് സത്യമാണ്. കാരണം ലോകത്തിൽ ഇതുപോലൊരു നഗരമില്ല. ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന സ്ഥലം, മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ, മെസപ്പൊട്ടേമിയൻ നാഗരികതയുടെ അടിസ്ഥാനം, അതൊക്കെയാണല്ലോ ലോക സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലെന്നൊക്കെ വിശേഷിപ്പിച്ച ഒരു നാഗരികത. അപ്പോൾ അതിലേക്ക് അദ്ദേഹം ഇങ്ങനെ പണമൊക്കെ ആവശ്യപ്പെട്ടു. നിങ്ങൾ എന്തിനാണ് ശ്രദ്ധിച്ചിരിക്കുന്നത്? നമ്മൾ അങ്ങോട്ട് നോക്കിയിട്ട് വല്ല ഗുണമുണ്ടോ? അദ്ദേഹത്തിന് ഒരു ചെറിയ സഹായം പോലും ചെയ്യാൻ ശേഷിയില്ലാത്തവർ അങ്ങോട്ട് നോക്കിയിരിക്കുന്നത്. ഞാൻ ശ്രദ്ധിക്കുക, ശ്രദ്ധ മാറിപ്പോകല്. അപ്പോൾ ശ്രദ്ധിച്ചേ, ഈ ഘട്ടത്തിൽ ഇതിനൊക്കെ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന് അമേരിക്കൻ പിന്തുണയുണ്ട്, കോടികൾ ആസ്തി, പെട്രോ ഡോളറിൻ്റെ പിന്തുണ എല്ലാം ഉണ്ടെങ്കിലും ഒരു കാര്യം അദ്ദേഹത്തിന് എതിരായി. അതുകൊണ്ട് പണിയാൻ പറ്റിയില്ല. ഇന്നുവരെ പറ്റിയിട്ടില്ലല്ലോ. എന്താ അതിന് എതിരായ ഘടകം? 20-ാം വാക്യം വായിച്ചോളൂ. ആ വാക്യം എതിരായി പോയത് വായിച്ചോ, 13:20. പിന്നെ അറബിക്കാരൻ അവിടെ കൂടാരമടിക്കയില്ല. അതാ കാര്യം. അവനത് പണിയാൻ സാധിക്കില്ല, പണി നടന്നില്ല, അത് പണിയാൻ കഴിയില്ല. ഇന്നവിടെ സന്ദർശിക്കുന്ന ടൂറിസ്റ്റുകൾക്ക് അത് കിടക്കുന്ന ദയനീയ കിടപ്പും കാഴ്ചയും കാണാം. മനസ്സിലായല്ലോ? ഇതിപ്പോൾ കാണാൻ വേണ്ടി നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൽ മതി. ഏൻഷ്യൻ്റ് ബാബിലോണിയ ഒക്കെ അടിച്ചാൽ മതി. റൂയിൻസ് ഓഫ് ഏൻഷ്യൻ്റ് ബാബിലോണിയ ഇതൊക്കെ അടിക്ക്, നമുക്കതിൻ്റെ കിടപ്പ് കാണാം, ദയനീയമായ ആ പരിസ്ഥിതി കാണാം. അപ്പം അങ്ങനെ കിടക്കട്ടെ, ആരും പണിയില്ല. ഇന്നലെ ഇത്രയും വിശദീകരിച്ച് പറഞ്ഞില്ല, പക്ഷെ ഒരു കാര്യം പറഞ്ഞാവട്ടെ, ഇറാഖ് ആരും പണിയാതെ അവിടെ കിടക്കുകയാണ്. പക്ഷെ എന്താ അപ്പോൾ വെളിപ്പാട് 18:21 പറഞ്ഞേ? വായിച്ചോളൂ.
അപ്പോൾ അത് ഏതാ? ബാബിലോൺ. ശക്തനായൊരു ദൂതൻ കടലിലെറിഞ്ഞ് കളഞ്ഞ ആ മഹാബാബിലോൺ ഏതാണ്? കളയുന്ന. അത് പുതിയ നിയമ പരാമർശം. ക്രിസ്തുവിനും 606 വർഷങ്ങൾക്കപ്പുറത്ത് ബാബിലോൺ തകർന്നു. 600-ൽ പരം വർഷങ്ങൾക്കുള്ളിൽ തകർന്നു. പുതിയ നിയമം എഴുതിയിട്ട് 2000-ൽ പരം കൊല്ലം കഴിഞ്ഞു. 2000-ൽ പരം കൊല്ലം കഴിഞ്ഞിട്ട് ഏതാണ്ട് 2600 ആകെ. പഴയ നിയമത്തിൻ്റെ 600 കൊല്ലം, പിന്നെ ഇങ്ങോട്ട് പുതിയ നിയമം കൂടെ എടുത്താൽ അതിനു മുമ്പേ തകർന്നുപോയ സ്ഥലമാണതെങ്കിൽ പ്രവാചകൻ ആരെ നോക്കി പറയാ? ഈ നഗരം തകരും. ഇത് പറഞ്ഞാണ് ഇന്നലെ നമ്മൾ പിരിഞ്ഞ്. ഓർമ്മയുണ്ടോ? അപ്പം അങ്ങനെയെങ്കിൽ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം. ഒരു പുനർനിർമ്മിതിക്ക് ഈ മഹാനഗരം ഒരുങ്ങുന്നു. ഒരു പുനർനിർമ്മിതി സംഭവിക്കാൻ പോകുന്നു. കൃത്യം ഇവിടെ ഒരു പുനർനിർമ്മിതി നടക്കുമെന്നല്ല. ഇറാഖ് കേന്ദ്രീകരിച്ച് ലോകം അത്ഭുതപ്പെടുന്ന ഒരു വാണിജ്യ ശൃംഖല ഉടലെടുക്കാൻ പോകുന്നു. ഈ മേഖല കേന്ദ്രീകരിച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൊമേഴ്സ്യൽ സെൻറ്റർ രൂപപ്പെടാൻ പോകുന്നു. വാണിജ്യ കേന്ദ്രം. ലോകത്തിൻ്റെ വിവിധയിടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന എല്ലാത്തരം ഉൽപ്പന്നങ്ങളും വിറ്റഴിക്കുന്ന, ആ വിറ്റഴിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് 666 എന്ന ഒരു മാന്ത്രിക സംഖ്യയിലൂടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനും വാങ്ങാനും കഴിയും വിധം സുതാര്യത ഉറപ്പുവരുത്തുന്ന ഒരു കച്ചവട സംരംഭത്തിനും അതുവഴി വൻ വാണിജ്യ ഇടപാടിനും വേണ്ടി ലോകമൊരുങ്ങുന്നു. മനസ്സിലായോ? മാത്രമല്ല, അങ്ങനെ വികാസം പ്രാപിക്കുന്ന നഗരങ്ങളെയെല്ലാം കേന്ദ്രീകരിച്ച് ഒരു അധോലോകം രൂപപ്പെടും എന്ന് നമുക്കറിയാം, അല്ലേ? ഒരു പാരലൽ അധോലോകം എല്ലാ മഹാനഗരങ്ങളിലും ഉണ്ട്. മനസ്സിലായോ? ഇവിടേക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ അവിടെ എല്ലാം ബന്ധമുള്ള ആരെങ്കിലും ഉണ്ടെന്ന് കൈയുയർത്തിക്കേ. ഇല്ല, സന്തോഷമായി. അവിടെ പേടിയങ്ങ് മാറി. അപ്പോൾ അധോലോകം ഒരു യാഥാർത്ഥ്യമാണ്. എല്ലാ വികാസം പ്രാപിച്ച നഗരത്തിലും, ചെറിയ നഗരത്തിലും ഉണ്ട് ചെറിയ അധോലോകം. എല്ലാ നഗരത്തിലും ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ എല്ലാത്തരം വികാസം പ്രാപിച്ച പട്ടണങ്ങൾക്കും പാരലായി ഒരു അണ്ടർവേൾഡ്, ഒരു പാരലൽ അധോലോകം, മ്ലേച്ഛതയുടെ, വെറിക്കൂത്തുകളുടെ, തിന്മകളുടെ ഒരധോലോകം അത് വളരുമെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ നഗരമായി ഇറാഖ് പട്ടണം മാറുമ്പോൾ മ്ലേച്ഛതയുടെ, ആ ഏറ്റവും മലിനാവസ്ഥയുടെ, തിന്മ നിറഞ്ഞ നഗരമായി ഇറാഖ് മാറണം എന്നും ബൈബിൾ പ്രവചിക്കുന്നു. ഓക്കെ, അത് വെറുതെ പറഞ്ഞു പോയാൽ പോരാ. നമുക്ക് വചനത്തെളിവോടെ പഠിച്ച് മുന്നോട്ട് പോകണം. അല്ലാതെ വാസ ഇങ്ങനെ നിന്ന് പറഞ്ഞാൽ ശരിയാകുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ പഠിച്ചു പോകാം. ഇനിയുള്ളൊരു വാക്യം വായിച്ച് സഹായിക്കണം. സക്കറിയ പ്രവചനം 5-ാം അധ്യായം 5 മുതൽ വായിച്ചോളൂ. സക്കറിയ 5:5 മുതൽ. സക്കറിയാവിൻ്റെ പ്രവചനമാണ് വായിച്ചത്. സക്കറിയാവ് പറഞ്ഞു, പുറത്തു വന്ന് സക്കറിയാവിനോടൊരു ദൂതൻ പറയുകയാണ്, നീ പുറത്തേക്ക് വരിക, എന്താണിതെന്നൊന്നും നോക്കുക. വായിച്ചു. അപ്പോൾ സക്കറിയ ചോദിച്ചു, എന്താ ഇത്? ദൂതനോട് ചോദിച്ചു, ഇതെന്താണ്? അപ്പോൾ സക്കറിയാവിനോട് ദൂതൻ പറയാണ്, പുറപ്പെടുന്നതായ ഒരു ഏഫ. എന്താണെന്ന് മനസ്സിലായോ? ഏഫ എന്ന് പറഞ്ഞാൽ എന്താന്ന് പിടികിട്ടിയോ? ഇല്ല. അപ്പോൾ അതാ നമ്മുടെ എല്ലാം പ്രശ്നം. അത് ചോക്ലേറ്റാണോ, ആട്ടുംകുട്ടിയാണോ, വിമാനമാണോ? പുറപ്പെടുന്നതായ ഒരു ഏഫ. ഏഫ എന്ന് പറയുന്നത് ഒരു അളവ് പാത്രത്തിൻ്റെ പേരാണ്. ഇപ്പോൾ എന്താ ദർശനത്തിൽ കണ്ടത്? അളവ് പാത്രം. നമ്മുടെയൊക്കെ ബാല്യത്തിൽ അരിയും നെല്ലുമൊക്കെ അളക്കുന്ന വൃത്താകൃതിയിലുള്ള ഒരു പാത്രമുണ്ട്. അതാ 1-ാം ക്ലാസ്സിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന പാഠം 1. ഉണ്ടോ? പകലാ വഴക്ക് പറഞ്ഞതിൻ്റെ ഗുണമാണ്. ഞാൻ ചോദിച്ചു, പകൽ ഇന്നൊക്കെ അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ മിണ്ടായിരിക്കുക, പ്രായമില്ലെന്ന് അറിയിക്കാൻ. കണ്ടോ, അടവങ്ങ് മാറി. ഇന്നതറിയാമോ ഞാൻ ഏതാണ്ട് ചോദിച്ചപ്പോൾ അറിയത്തില്ലാത്തതിൽ ഇവിടെ പാത്തിരിക്കുക. ഇപ്പോൾ മിണ്ടി തുടങ്ങിയ വരും. കൊള്ളാം. പറ. ആ പറയ്ക്ക് തത്തുല്യമായ
ഇസ്രയേലിലെ അളവ് പാത്രമാണ് എന്താ ഏഫ. വ്യത്യാസം ആ പറയ്ക്കുള്ളിൽ നമ്മൾ നെല്ലാണ് അളക്കുന്നതെങ്കിൽ അവർക്ക് ധാന്യവും അളക്കാം, വീഞ്ഞും അളക്കാം, എണ്ണയും അളക്കാം. ഓക്കെ. അപ്പം ദ്രാവകാവസ്ഥയിലും ഖരാവസ്ഥയിലുമുള്ള വസ്തുക്കൾ അളക്കുന്ന ഒരളവ് പാത്രത്തിൻ്റെ പേരാണെന്ത്? ഏഫ. 2 കൊളുത്തും ഒക്കെ ഉണ്ട്. അതിപ്പോൾ പുതിയ കുട്ടികൾക്ക് അറിയില്ലല്ലോ, അവർക്ക് വേണ്ടി ഞാൻ അതിൻ്റെ ഒരു പരിഭാഷ മാറ്റുകയാണ്. ഈ ബിരിയാണി ചെമ്പില്ലേ, അതുപോലെ ഒരെണ്ണം എന്തോ കണ്ടു വെളിപ്പാടിൽ? ഒരു ബിരിയാണി ചെമ്പ്, ഒരു അണ്ടാവ് കണ്ടു. അപ്പോൾ 2 കൊളുത്തും ഒക്കെ ഉണ്ട് അല്ലേ? അത് കണ്ടു. ഇനി ബാക്കി വായിച്ചേ മോളെ, വായിച്ചേ. ആ പാത്രത്തിൻ്റെ വ്യാഖ്യാനം തിരുവെടുത്ത് തരിക. സകല ദേശത്തിലുമുള്ളവരുടെ അകൃത്യം, പാപം, തിന്മ, അതാണത്. പിന്നെ ആ ഈയപ്പലക ഈ അണ്ടാവിൻ്റെ അടപ്പാണ്, ബിരിയാണി ചെമ്പിൻ്റെ അടപ്പ്. അത് പൊങ്ങിപ്പോകുന്നതും ഏഫയുടെ ഉള്ളിൽ ഒരു സഹോദരി കയറി ഇരിക്കുന്നു. മനസ്സിലായോ? ഏഫയുടെ നടുവിൽ ഞാൻ സ്ത്രീ എന്ന് പറയുന്നത് മോശമാണല്ലോ എന്നോർത്താ സഹോദരി എന്ന് പറഞ്ഞു. കാരണം സ്ത്രീക്ക് അർഹിക്കുന്ന ബഹുമാനവും ആദരവും കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അവർക്കൊരു ആദരവ് കൊടുക്കുന്നതിന് എന്താ കുഴപ്പം? ആ പാത്രത്തിനുള്ളിൽ ഒരു ആൻറ്റി ഇരിക്കുന്നു. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഈ പാത്രത്തിൽ, അളവ് പാത്രത്തിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് പറയാം നമ്മൾ ഒരു പാത്രം ചായ എന്നൊക്കെ പറഞ്ഞല്ലോ, ഒരു പാത്രം ആൻറ്റി, ഒരു പാത്രം നിറച്ചിരിക്കുന്നു. അപ്പോൾ ഈ ആൻറ്റീനകത്തുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഈ അടപ്പൊന്ന് പൊങ്ങി വീണ്ടും അവിടെ ഒന്ന് അടഞ്ഞു. നല്ല കാര്യം. അപ്പോൾ ആൻറ്റീനകത്തുണ്ട്. എവിടാ? അകൃത്യത്തിൻ്റെ പാത്രത്തിൽ ഒരു സ്ത്രീ കയറി ഇരിക്കുന്നു. എന്തോ ഒരു ദർശനമൊക്കെയാന്ന് നോക്കിക്കേ. അടുത്തത് അയ്യോ, ആൻറ്റിയുടെ ആ ഇൻ്റർപ്രിട്ടേഷൻ കേട്ടോ? ആളാരാ? ദുഷ്ടത, ക്രൂരതയാണവൾ. ക്രൂരതയ്ക്കിരിക്കാൻ പറ്റിയ സ്ഥലം കണ്ടോ? അകൃത്യം, ക്രൂരത, കൊലപാതകമുണ്ടതിൽ, ആക്രമണമുണ്ടതിൽ, ചൂഷണമുണ്ടതിൽ, എല്ലാത്തരം തിന്മയുടെയും മൂർത്തിമത് ഭാവമാണ് സ്ത്രീ. തിന്മ ചെയ്ത് മാത്രം ശീലമുള്ള ഒരു സ്ത്രീ, അവൾ ഇരിക്കുന്നത് അകൃത്യത്തിൻ്റെ പാത്രത്തിൽ. വായിച്ചു ബാക്കി. ദൂതൻ ഇച്ചിരി വിവരമുള്ള ആളായുണ്ട്, അധികം കളിക്കണ്ടെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? ഏഭയുടെ അകത്താക്കി ഈയപ്പലക കൊണ്ടടച്ചു. പിന്നെ വരുന്ന 2 സഹോദരിമാർ വീണ്ടും. അവരെന്ത് ചെയ്തു? അത് ചുമ്മാ ചേച്ചിമാരല്ല, നല്ല ചിറകുള്ള ചേച്ചിമാർ. ചിറകുള്ള 2 സ്ത്രീകളെ കണ്ടു. ആ ചിറകിൻ്റെ പ്രത്യേകത, ആ ചിറകിൽ കാറ്റുണ്ടായിരുന്നു. കാറ്റുണ്ട് ചിറകിൽ. അത് തിരിച്ചാണ്, കൺസ്ട്രക്ഷൻ്റെ മിസ്റ്റേക്കാണ്. തിരികെ പറയണം, അവർക്ക് പെരിഞ്ഞാറയുടെ ചിറക് പോലെ ചിറകുണ്ടായിരുന്നു, ചിറകിൽ കാറ്റുണ്ടായിരുന്നു. വായിച്ചോളൂ. അവർ ചെയ്ത പണി, ഈ പാത്രം എടുത്തുകൊണ്ട് പറന്നൊരു പോക്ക്. എന്തോ തോന്നിയത് കണ്ടിട്ട്? ഞാനിതോടത്ത് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, ഇത് കേരളത്തിലൊക്കെ ഇപ്പോൾ ഉള്ള അയൽക്കൂട്ടത്തെ കാണിക്കുന്നു. ഇവിടെ കൊണ്ടോന്നറിയില്ല. സ്ത്രീകൾ കൂട്ടുകൂടി നടത്തുന്ന പരിപാടിയാണിത്. അല്ല പിന്നത്തെ 2 സ്ത്രീകൾ കൂടി ഒരു സ്ത്രീയെ പിടിച്ച് പാത്രത്തിനകത്താക്കി അടച്ചുകൊണ്ട് പോയി പോകുന്ന പിന്നെന്തോ ഓരോ വ്യാഖ്യാനം പോകുന്ന പോക്കെ. ഇത് പരിശോധിച്ച് നോക്കിയിട്ട് നമുക്കും പിടിയിട്ടുന്നില്ല ഇത് എന്നതാണ്. അപ്പോൾ നമുക്കിതെന്താണെന്നറിയാൻ കാര്യക്ഷമതയോടൊരു അന്വേഷണം വേണം. ബൈബിൾ വ്യാഖ്യാനിക്കാൻ കഴിവതും വാക്യങ്ങളിൽ തന്നെ പരതണം. അങ്ങനെയെങ്കിൽ നമുക്ക് താഴോട്ട് നോക്കാം, ദൂതനോട് ചോദിക്കാം ഇതെന്താണ്. ഞാൻ ദൂതനോട് ചോദിച്ചു, ഇതെന്താ എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ, ഒന്ന് പറഞ്ഞാട്ട്. ഏവയെ എവിടെ കൊണ്ടുപോകുന്നു? മറുപടി എന്താ? അവിടെ നിൽക്കേ. എവിടേക്കായി ചേച്ചിയെ കൊണ്ട് പോന്നേ? ശിനാർ ദേശത്ത് എന്ന് പറഞ്ഞാൽ ബാബിലോണിൽ, മോഡേൺ ഇറാഖിൽ. പിടിയിട്ട് നമ്മൾ 1-ാം ദിവസം മുതൽ എന്തിനാ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് മനസ്സിലായോ? മെസപ്പൊട്ടേമിയയിൽ വീട് പണിയാൻ പോവാന്ന്.
വീട് പണിയാൻ പോകുന്നു. ആർക്ക്? ഈ ക്രൂരതയായ സ്ത്രീക്ക്, ആക്രമണകാരിയായ സ്ത്രീക്ക്, ദുഷ്ടതയാകുന്ന സ്ത്രീക്കൊരു വീട് എവിടെയാണ്? ശിനാർ ദേശത്ത്. ദുഷ്ടതയാകുന്ന സ്ത്രീക്ക് വേണ്ടി വീട് തീർത്താലുടൻ, ആ പണി കഴിഞ്ഞാലുടൻ, ബാക്കി വായിച്ചോപ്പട്ടെ മനസ്സിലാവും. ആ, പണി കഴിഞ്ഞാൽ മതി, അവളെ അവിടെ കൊണ്ട് പാർപ്പിക്കും. ഇത് വ്യാപാരമാണ്, ഏഫ കൊമേഴ്സാണ്. അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു അധോലോക വ്യവസ്ഥയാണ് കണ്ടത്. അവളെ അവിടെയാണ് പാർപ്പിക്കുക, അവൾക്കുള്ള ഏറിയാണ് ആ കണ്ടത്. ഇപ്പം മനസ്സിലായോ? അവളെ അവിടെ പാർപ്പിക്കും. ഇനി നമുക്ക് ഇപ്പോൾ മനസ്സിലായി, ലോകത്തിലെ ഏറ്റവും വലിയ ഒരു വ്യാപാര കേന്ദ്രമായി ഇവിടെ മാറണം എന്ന ദൈവവചനത്തിൻ്റെ പ്രവചനത്തിൻ്റെ ചില സൂചനകളാണ് ഇപ്പോൾ കണ്ടത്. നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ചില പരാമർശങ്ങളിലേക്കാണ് ഇനി നമ്മുടെ യാത്ര. അങ്ങനെയെങ്കിൽ വരാനിരിക്കുന്ന ലോക സമ്പദ് വ്യവസ്ഥിതിയെ ഏറെ സാധൂകരിക്കുന്ന, ശക്തിപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയമാണ് ഇറാഖിൽ നിന്ന് വരാൻ പോകുന്നത്. അതിന് തെളിവാണ്, ഇറാഖ് ഒരു കാലഘട്ടത്തിൽ ലോകശ്രദ്ധ ആകർഷിച്ച നഗരമൊക്കെയായിരുന്നു. ഇന്നത് അങ്ങനല്ല, ആകെ തകർന്നു. അത് തകർന്നു കിടക്കാൻ കാരണം അവിടെ ഉണ്ടായ അടിക്കടി വന്ന യുദ്ധങ്ങളും ഒക്കെയാണ്. ഈ യുദ്ധങ്ങളെ എടുത്തു പരിശോധിച്ചാൽ മനസ്സിലാകും, അതിൻ്റെ പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ മറ്റൊരു രാഷ്ട്രമാണ്. ലോകത്തെവിടെ യുദ്ധം നടന്നാലും ആ യുദ്ധത്തിൻ്റെ പിന്നിൽ ഒരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ട്, മറ്റൊരു രാഷ്ട്രത്തിൻ്റെ ഇടപെടലുണ്ട്. രണ്ട് രാഷ്ട്രങ്ങൾ ചേരുന്ന ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ, നമ്മൾ അതിൻ്റെ കാര്യകാരണം പഠിച്ച് എന്നാൽ മനസ്സിലാകും, ഇസ്രയേലും അമേരിക്കയും ചേരുന്ന ഒരു സഖ്യമാണ് അറബി രാഷ്ട്രങ്ങളെ ഇങ്ങനെ വിറപ്പിക്കുന്നത്. ഇനി രാഷ്ട്രീയതരവുമായ കാരണങ്ങളേറെയുണ്ട്, മതപരമായ കാരണങ്ങളൊക്കെ ഏറെയുണ്ട്. അതിലേക്കൊന്നും ഇപ്പം നമുക്ക് പോകേണ്ടതില്ല. അപ്പോൾ അത് മറ്റൊരു വിഷയമാണ്. എന്നാലൊരു കാര്യം, ഈ നടക്കുന്ന യുദ്ധങ്ങളെ അടുത്ത് എന്നൊന്ന് പരതുക, മനസ്സിലാക്കുക. ആ രാഷ്ട്രം ഇന്ന് ശൂന്യമായി കിടക്കുന്നു. അവിടെ ഒരു പാവ സർക്കാർ ഭരിക്കുന്നു. പാവ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഒരാൾ ഭരിക്കുമ്പോൾ മറ്റാളുകൾ നിയന്ത്രിക്കും വിധമുള്ള കഴിവിൽ കെട്ട ഒരു ഗവൺമെൻറ്. എന്തിനാണിത്? ജനങ്ങൾ ഗവൺമെൻറ്റിനെതിരാകണം. കാരണം സമ്പദ് സമൃദ്ധി കൊണ്ട് അലങ്കരിക്കപ്പെട്ടൊരു നാട് ദരിദ്രാവസ്ഥയിലേക്ക് ഊപ്പുകുത്തുമ്പോൾ അവർ പറയും ഗവൺമെൻറ്റിനെ മടുക്കണം. ആ ഘട്ടത്തിൽ ഈ നാടിൻ്റെ രക്ഷക വേഷമണിഞ്ഞ് ചിലരവിടെ എത്തണം. എന്നിട്ട് വേണം ഇത്തരം സംവിധാനങ്ങൾ കെട്ടിപ്പോക്കാൻ. അതിൽ കഴിയും വിധം ലോകത്തിലെ വൻകിട സ്ഥാപനങ്ങളെ, സഹസ്ര കോടീശ്വരന്മാരെ അങ്ങോട്ട് ക്ഷണിച്ച് മുതലിറക്കിയെങ്കിലേ ആ നാട് വിജയിക്കൂ. ഇനി അങ്ങനെ വന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അവർ മുതൽ മുടക്കി വരാനിരിക്കുന്ന ഇറാഖിനെ എങ്ങനെ പണിയുമെന്നും ബൈബിൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. വെളിപ്പാട് 18:10 മുതൽ വായിക്കുക. നമ്മുടെ കൺമുമ്പിലൊരു കാഴ്ച കാണാം. ഏറെ താമസിയാതെ ഇറാഖ് പട്ടണം എങ്ങനെ വരുമെന്ന് ബൈബിൾ വളരെ കൃത്യതയോടെ പ്രവചിക്കുന്നു. ആ വഴിക്ക് പോകാം. ആ ആ ആ ഒരു മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവിധി വന്നല്ലോ എന്ന് പറയും. ആ ഭൂമിയിലെ വ്യാപാരികൾ പൊന്ന വെള്ളി രത്നം മുത്ത് ഇവയെ ചേർത്തൊരു പേര് പറയാം, ജൂവൽസ്. ലോക നിലവാരമുള്ള ജൂവലറികൾ ഇറാഖ് പട്ടണത്തിൽ വരും. ഏറ്റവും വിലപിടിപ്പുള്ളതും മൂല്യവത്തായതുമായ സ്വർണ്ണാഭരണങ്ങളുടെ, രത്നങ്ങളുടെ കമനീയമായ ശേഖരം ഇറാഖ് പട്ടണത്തിൽ തുറക്കപ്പെടും. വലിയ മാളുകൾ അവയുടെ വിൽപ്പന കേന്ദ്രമായി, വിപണി കേന്ദ്രമായി ഇറാഖ് പട്ടണം മാറും. പിന്നെ ആ ആ ആ അത്രയും ചേർത്തൊരു പേര് പറയാം, ഏറ്റവും മൂല്യവത്തായ വസ്ത്രവിപണി ഇറാഖ് പട്ടണത്തിൽ തുറക്കപ്പെടും. പിന്നെ ആ ആ സമ്മാനങ്ങൾ, ആ ആ ആ ആ ഇന്റീരിയൽ ഡെക്കറേഷന് വേണ്ട ഉൽപ്പന്നങ്ങൾ, നിർമ്മാണ സാമഗ്രികൾ, ഇരുമ്പ്,
മർമ്മരക്കല്ല്. ഒരു ബിൽഡിങ് പണിതിനേക്കാൾ വലുതാണ് അത് ഫർണിഷ് ചെയ്തെടുക്കുന്ന നമുക്കിപ്പോൾ മനസ്സിലാകുന്നു. നമ്മളൊക്കെ ഒരു വീട് പണിയുമ്പോൾ ഏറ്റവും വലിയ കാര്യമൊക്കെ ചെയ്തു നിർത്തിയിരിക്കും, പക്ഷേ ഫർണിഷ് ചെയ്തെടുക്കുന്ന പണി അതിൻ്റെ വില എത്ര വലുതാണ്, എത്ര പണം മുടക്കണം. അപ്പോൾ ഇതിൻ്റെ വ്യവസായങ്ങൾ ഇപ്പോൾ തന്നെ വിദേശ രാജ്യങ്ങളിലും നമ്മുടെ നാട്ടിലൊക്കെ ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇവയുടെ വിപണി ഇറാഖ് പട്ടണത്തിൽ തുറക്കും. മർമ്മരക്കല്ല്, ആനക്കൊമ്പ്, ചന്ദനത്തരങ്ങൾ ഇവയിലൊക്കെ തീർത്ത ശില്പവിദ്യയുള്ള മനോഹര നിർമ്മാണം, അതിൻ്റെ വിപണി ഇറാഖിൽ തുറക്കും. പിന്നെ ലവംഗം, ആ ഏലം, ആ ധൂപവർഗ്ഗം, ആ മൂര്, ആ കുന്തുരുക്കം, ആ വീഞ്ഞ്, ആ കുന്തിരിക്കം വരെയുള്ള നിൽക്കട്ടെ. പെർഫ്യൂം ഐറ്റംസ്, സുഗന്ധദായക വസ്തുക്കൾ. നമുക്കിത് കേട്ടാൽ ഒന്നും അല്ലെന്ന് തോന്നും, പക്ഷേ ലോകത്തിൽ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള പെർഫ്യൂം കിട്ടുന്നത് ഈജിപ്തിലാണ്. ഈജിപ്ഷ്യൻ പെർഫ്യൂം കൊണ്ട് നമ്മൾ ഫ്ലൈറ്റിൽ വന്നാൽ പോലും നിയമതടസ്സമില്ല. നമുക്കിവിടെ എല്ലാം കിട്ടുന്ന സ്പിരിറ്റ് കലക്കിയ തീ പിടിക്കുന്ന സാധനമാണ്. പെർഫ്യൂമാണെന്ന് പറഞ്ഞ് കിട്ടുന്നത് സ്പിരിറ്റ് കലക്കിയ സാധനമാണ്. പക്ഷേ തീ പിടിക്കാത്ത ഈ ഹെർബ്സിൽ നിന്ന് മാത്രം എടുക്കുന്ന വിലപിടിപ്പുള്ള പെർഫ്യൂംസ്, 300-400 വർഷം പഴക്കമുള്ള പെർഫ്യൂംസ് ഉണ്ട് അവരുടെ കയ്യിൽ. അതിന് വിലയും വലിയ കാര്യമായിട്ടില്ല. ഇത് വിൽക്കുന്ന വിപണി ഇറാഖ് പട്ടണത്തിൽ ശക്തിപ്പെടും. പിന്നെ വീഞ്ഞ്, ആ എണ്ണ, ആ നേരിയ വീഞ്ഞ് മദ്യത്തിൻ്റെ പ്രതീകമാണ്. ഏറ്റവും നല്ല മദ്യശാലകൾ ഇറാഖ് പട്ടണത്തിൽ തുറക്കും. വിശദാംശമൊക്കെ പിന്നെ പറയാം. പിന്നുള്ളതെന്താ? എണ്ണ, ഇന്ധനത്തിൻ്റെ പ്രതീകമാണ്. ഇന്ധന വിപണി എന്തൊക്കെ പറയുമ്പോൾ വളരെ രസകരമായൊരു കാര്യമുണ്ട്. ബ്രിട്ടീഷ് പെട്രോളിയം കോർപ്പറേഷൻ ഈ അറബി രാജ്യങ്ങളെ ഉൽഖനനം ചെയ്ത് ഈ വസ്തുക്കൾ എണ്ണ പുറത്തു കൊണ്ടുവരും വരെ അറബി രാജ്യങ്ങൾ പട്ടിണി രാജ്യങ്ങളായിരുന്നു. അങ്ങോട്ടാരും പോവില്ല. 70കളിൽ നമ്മളോട് ഫ്ലൈറ്റ് വാടകയ്ക്ക് എടുത്ത് ഓടിച്ചവന്മാരാണ് ദുബൈയിലുള്ളത്. 70കളിൽ ഇന്ത്യൻ റുപ്പി ആയിരുന്നു അവിടുത്തെ പണം. ഇന്ത്യൻ റുപ്പി കിട്ടാൻ അവർ കാത്തിരുന്നു 70കളിൽ. ഇപ്പോൾ സ്ഥിതി എങ്ങനെയായി നമുക്കറിയില്ലേ. നമ്മുടെ ഫ്ലൈറ്റ് നമുക്കതിന് വലിയ തലക്കനമായി. ഫ്ലൈറ്റ് കൊടുക്കാനൊക്കെ മടിയായപ്പോൾ ശ്രീലങ്കൻ എയർവേസ് അവിടെ പിന്നെ വാടകയ്ക്ക് എടുത്തു. അങ്ങനെയാണ് ശ്രീലങ്കൻ എയർവേസ് ഇത്രയും വൃത്തിയായത്. എയർ ഇന്ത്യയുടെ കാര്യമൊക്കെ നമ്മൾ പറയാതിരിക്കുകയാണ് ഭംഗി. KSRTC കയറുന്ന പോലെ തന്നെയാണ് എയർ ഇന്ത്യയിലെ യാത്ര. അപ്പോൾ ഇതെന്താ കാര്യം? മാന്യന്മാരൊക്കെ അന്തർദേശീയ തലത്തിൽ യാത്ര ചെയ്യാനൊക്കെ നമ്മളെക്കാൾ ദരിദ്ര രാജ്യമാണ് ശ്രീലങ്ക. പക്ഷേ അവരുടെ ഫ്ലൈറ്റൊക്കെ വളരെ വൃത്തിയാണ്. അപ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തെ നമ്മൾ ചെറുതായി കാണുകയല്ല, നമ്മുടെ രാജ്യത്ത് ഒത്തിരി ഗുണങ്ങളുണ്ട്. നമ്മൾ കണ്ട് മനസ്സിലാക്കണം. ആരെങ്കിലും ഒരാൾ സാമ്പത്തികമായിട്ട് തകർന്നു എന്ന് കണ്ടാൽ ഈ രാജ്യം അവരെ രക്ഷിക്കും. അങ്ങനല്ലേ? ഉദാഹരണം വിജയ് മല്യ. അദ്ദേഹത്തിനൊരു സാമ്പത്തിക ഞെരുക്കവും പ്രയാസമൊക്കെ നേരിട്ടു. അദ്ദേഹം തകർന്നു എന്ന് കണ്ടപ്പോഴേ നമ്മുടെ എല്ലാം പെട്രോളിലും ഡീസലിലും ഒക്കെ അല്പം പൈസ കൂട്ടിയിട്ട് ആ പാവം മനുഷ്യനെ എങ്ങനെയെങ്കിലും കരകയറ്റണം എന്നുള്ള ഉദ്യമത്തിൽ അദ്ദേഹം രക്ഷപ്പെട്ടു. ഈ നാടിന് രക്ഷപ്പെട്ടു. ഇവിടെ പിറക്കാനൊക്കെ കഴിഞ്ഞതിൽ നമുക്ക് അഭിമാനം തോന്നണം. പക്ഷേ വിജയ് മല്യയായിട്ട് പിറക്കാൻ കഴിയാതെ പോയാണ് നമ്മുടെയൊക്കെ ഒരു പ്രശ്നം. അങ്ങനെ അംബാനിമാർക്കോ വിജയ് മല്യയ്ക്കോ അസീം പ്രേംജിക്കോ ഒക്കെ ഒരു പരാജയം ഒന്ന് കണ്ടു. ഈ രാജ്യം അവരുടെ പിന്നിലുണ്ടോ ശക്തവത്തായിട്ട്? അല്ലേ മനസ്സിലാകാൻ പോകുന്ന കാര്യം? അങ്ങനെ ആരെങ്കിലും തെറ്റുപോയി എന്ന് കണ്ടാൽ ഒരു രക്ഷിക്കാൻ കഴിയുന്ന പ്രതിജ്ഞാബദ്ധമായ ഒരു രാജ്യത്തിലെ പൗരന്മാരാണ് നമ്മൾ. അതിൽ അഭിമാനിക്കണം. നിങ്ങൾക്ക് അതിലൊന്നൊരു സന്തോഷമില്ല പോയല്ലോ. പോട്ടെ. അപ്പോൾ എവിടെത്തി? എണ്ണ ബ്രിട്ടീഷ് പെട്രോളിയം കോർപ്പറേഷൻ ഇത് കണ്ടുപിടിക്കും വരെ ഈ അറബികൾ ഈ ഈന്തപ്പനയുടെ മടലും അതുകൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ജോലി, മീൻ പിടുത്തവും, അതുപോലെ ഈന്തപ്പഴം ഭക്ഷിച്ചും ഓട്ടപ്പാൽ കുടിച്ചും ആടിനെ ഭക്ഷിച്ചും ഒക്കെ ഇങ്ങനെ യാത്ര ചെയ്ത തീരെ അപരിഷ്കൃതരായ ആളുകളായിരുന്നു. ബെഡുക്കൽ എന്നൊക്കെ നമ്മൾ വിളിക്കല്ലോ, കാട്ടറബിമാരായിരുന്നു. നോക്കി നിൽക്കെ ഇവരുടെ ജീവിതസ്ഥിതിയെ മാറ്റിമറിച്ചത് എണ്ണയാണ്. എണ്ണയും സ്വർണവുമാണ്. അവിടെ എണ്ണയുണ്ടെന്നൊക്കെ കണ്ടുപിടിച്ച ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റുകൾ, അവർക്കതിന് പ്രചോദനം ബൈബിളായിരുന്നു. വേദപുസ്തകം പഠിച്ചു വന്നപ്പോൾ അതിലെ വാക്യങ്ങൾ ദൈവപുരുഷന്മാരെ സ്പർശിച്ചു. അത് മനസ്സിലാക്കി തിരുവെഴുത്തിൽ എഴുതിക്കുകയാണ്. ഒന്നാം നദി പീശോൻ, അത് ഹവീലാ ദേശമൊക്കെ ചുറ്റുന്നു. അവിടെ ധാരാളം പൊന്നുണ്ട്. അവിടുത്തെ പൊന്ന്
മേത്തരമാകുന്നു. പിന്നെ വായിച്ചു വന്നപ്പോൾ മനസ്സിലായി അവിടെ കീൽക്കുഴികൾ ധാരാളമുണ്ട്. അങ്ങനെ പ്രളയം നടന്ന കഥയും ഒക്കെ വെച്ച് പഠിച്ചപ്പോൾ അങ്ങനെ നടത്തിയ പര്യവേഷണങ്ങളാണ് അറബി രാജ്യങ്ങളെ ഇത്രയും സമ്പന്നമാക്കിയത്. അവർക്കൊന്നും അറിയില്ല. അപ്പോൾ അത് പറയാനായിട്ട് നമ്മൾ പോരണ്ട, അതിനുള്ള നേരം നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യം നോക്കി പെട്ടെന്ന് തിരിച്ചു പോരുക എന്നുള്ളതാണ് അല്ലേ. കണ്ടത് പോട്ടെ. ഈ രാജ്യത്ത് ഇതാ ഇറാഖിൽ ഇപ്പോൾ പറയുന്നു എണ്ണയുടെ വിപണി അവരുടെ കയ്യിലിരിക്കും. അടുത്തത് ഭക്ഷ്യവസ്തുക്കളുടെ വിപണി, പിന്നെ മാംസ വിപണി, പിന്നെ വാഹന വിപണി, കുതിരയും രഥവും, പിന്നെ മനുഷ്യൻ്റെ ദേഹവും മനുഷ്യൻ്റെ പ്രാണനും വിൽപ്പനയ്ക്ക് വെക്കും. മതി, അത്രയും തന്നെ അവിടെ വിൽപ്പനയ്ക്ക് വെച്ചേക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ അത്യാസന നിലയിൽ കിടക്കുകയാണെങ്കിൽ ഓടിക്കടയിൽ ചെന്നിച്ചിരി ജീവൻ തന്നേന്ന് പറഞ്ഞാൽ അത് വിൽക്കുന്ന കട വരുമെന്ന് പറഞ്ഞാൽ ആദ്യകാലത്തൊന്നും ആൾക്ക് വിശ്വാസമില്ല. നമ്മളിപ്പോൾ ആ വഴി ഒന്ന് വിശദീകരണം നടത്തി വരാൻ പോവാണ്. ഇതെല്ലാം ഒന്നുകൂടെ പറയട്ടെ. അപ്പോൾ നമ്മളിത് തുടങ്ങി വെച്ചേ ഉള്ളൂ, അതിൻ്റെ ഡീപ്പ് സ്റ്റഡിയിലേക്ക് പോവാണ്. ഉറക്കം വരുന്നുണ്ടോ? സ്വാഭാവികം. അതുകൊണ്ട് നമുക്ക് ഉറങ്ങാത്തവർക്ക് വേണ്ടിയാണ് പറഞ്ഞു. ഒരാൾ എന്നോട് പറഞ്ഞു, ഈ ജനങ്ങൾ ഈ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ഉറങ്ങും, അതുകൊണ്ട് അവർക്കൊരു ഉത്സാഹം വരാനൊക്കെ വേണ്ടി അവരെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കരമുയർത്തി ഒരു ഹല്ലേലൂയൊക്കെ പറയിപ്പിക്കണം ബാസ, ഇങ്ങനെയൊന്നും പോയ കാര്യം നടക്കില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, അതെന്തിനാ? ഉറങ്ങാത്തവനുണ്ടല്ലോ ഹല്ലേലൂയ പറയാൻ. നല്ല ബോധമുള്ളവരെ കർത്താവ് ഇപ്പോഴും ആക്കിയിട്ടുണ്ട് ഇതിനകത്തും. ഉറക്കം തൂങ്ങിയിരിക്കുന്നവൻ പറയണോ ഹല്ലേലൂയ? അല്ല. പാട്ടുകാരൊക്കെ ചിലപ്പോൾ ചെയ്യുന്നതാണ് ഈ മൈക്ക് എടുത്ത് രണ്ട് കൊട്ടും കൊട്ടിയിട്ട് പ്രൈസ് ദി ലോർഡ്, അതിനുള്ളതാണോ ഈ മൈക്ക്? ഈ പ്രൈസ് ദി ലോർഡ് മൈക്ക് ചെക്ക് ചെയ്യാനുള്ളതാണോ? ഹല്ലേലൂയ കളിയാക്കി പറയാനുള്ളതാണോ? ആണോ? യൂത്തിനൊക്കെ കുഞ്ഞുങ്ങൾ ആളുകൾക്ക് പ്രോഗ്രാം ഇടുകയല്ലേ, ചീട്ട് എഴുതിയിട്ട് ഒരു 5 ഹല്ലേലൂയ പറയാൻ ചെയ്യിക്കരുത്. ആ പദത്തിൻ്റെ വില അറിയാവുന്ന ആരും ദുരുപയോഗം ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? ഹല്ലേലൂയയും സ്തുതിയും സ്തോത്രവും അന്യഭാഷയുമൊക്കെ കളിച്ചു പറയാനുള്ളതേ അല്ല. ചെയ്യിക്കരുത്. പ്രേരണ ഇല്ലാത്തവനോ ഒന്നും പറയരുത്. ഇതെല്ലാം പാസുമാരോടിയാക്കുന്ന ദൈവമക്കളെ ഒരു സ്തോത്രം പറഞ്ഞേ, അല്ല ഈ പുള്ളി ചത്തു പോവും. കാല് പിടിച്ച് പറയാനുള്ളതാണോ അത്? ഞാനിങ്ങനെ പറയുന്നത് വിഷമിക്കില്ല, എൻ്റെ ഒരു ശൈലി കൊണ്ട് പറഞ്ഞാൽ. ഞാനിതുവരെ ആരോടും കാല് പിടിച്ച് നിങ്ങളൊരു ഹല്ലേലൂയ പറഞ്ഞെന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ കാരണം കർത്താവ് എന്നോട് പറഞ്ഞില്ല, എൻ്റെ മോനെ ഞാൻ ഈ സ്വർഗത്തിൽ സ്തുതിയും സ്തോത്രവും മഹത്വമൊന്നും ഇല്ലാതെ വിഷമിച്ചിരിക്കുക. നീ ഏലും പോയി 10 പേരുടെ കാല് പിടിച്ച് എനിക്ക് സ്തോത്രവും സ്തുതിയൊക്കെ പെട്ടെന്ന് മേടിച്ചതാ, ഞാൻ അത്യാസന നിലയില്ല, ഇങ്ങനെ കർത്താവ് പറഞ്ഞോ? ഇല്ല. അവർക്ക് ഹൃദയം തുറന്ന് ദൈവത്തിന് മഹത്വം അർപ്പിക്കാൻ ഒരു മടിയും വേണ്ട. വാക്ക് അളന്നു തൂക്കി കുറിച്ച് പറയേണ്ടതാണ്. അത് സ്തുതിക്കും ഹല്ലേലൂയയ്ക്കും സ്തോത്രത്തിനൊക്കെ വലിയ വില. അത് കണ്ടിട്ട് ആ കാളെ യാഗമർപ്പിക്കുന്നവനെ കണ്ടിട്ട് കർത്താവ് പറയാം അതിനകത്ത് കാര്യമില്ല. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. എത്ര ആധികാര്യമുള്ളൊരു വചനം. അത് അർത്ഥം ഉൾക്കൊണ്ട് പറയുമ്പോൾ എത്ര കാളകളെ യാഗമർപ്പിക്കുന്ന വീര്യം ഒരു സ്തോത്രത്തിനുണ്ട്, ദൈവത്തിനൊടുക്കുന്ന നന്ദിക്ക്. ഹല്ലേലൂയ. അപ്പം സ്തോത്രം ഹല്ലേലൂയൊക്കെ പറയാൻ തടസ്സമില്ല, ആരാധിക്കുക അതിനൊന്നും തടസ്സമില്ല. അത് പരപ്രേരണ ഉണ്ടാകല്ലേ. കോടതി മൊഴി കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ പറയുമല്ലോ പരപ്രേരണ കൊണ്ടല്ല, സ്വന്തം മനസ്സോടാണ് അല്ലേ. ഈ കാലത്ത് നമ്മൾ പറഞ്ഞ ആ ഹല്ലേലൂയ എടുത്താൽ അത് പകുതിയും വലിയവരും പറഞ്ഞുകൊണ്ടല്ലേ. ഇന്നലെ പറഞ്ഞ പോലെ നമ്മളെ കൊണ്ട് പ്രകോപിപ്പിച്ച് ഈ ഹല്ലേലൂയ പറയിപ്പിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നേ, ഈ ചിരിക്കാത്ത കൊച്ചിനെ ഇക്കിളിയിട്ട് ചിരിപ്പിക്കുന്ന പോലെ നമ്മളെ കൊണ്ട് ഈ ഹല്ലേലൂയ പറയിക്കുന്നു. അത് ഈ വലിയ ചെറുക്കൻ കൊച്ചു ചെറുക്കൻ്റെ ഇങ്ങനെ കുത്തി കുത്തി ഹല്ലേലൂയ പറയിപ്പിക്കുക, ഈ ഇക്കിളിയിട്ട് ചിരിപ്പിക്കുക. വിവരമുള്ളവരെന്ന് പറയാം, ആ കൊച്ചിനെ അങ്ങനെ ചിരിപ്പിക്കരുത്, അതിന് ശ്വാസം വിലങ്ങും. ഇന്ന് വിവരമുള്ളവരും ഇത് പറയുന്നില്ല. അതുകൊണ്ട് അതല്ല വേണ്ടത്, ആത്മാർത്ഥമായ സ്തുതി സ്തോത്രമൊക്കെയാണ് അല്ലേ. അതുകൊണ്ട് ഉറങ്ങരുത്, ശ്രദ്ധിച്ചിരിക്കണം. നീ അങ്ങനെ എനിക്കൊന്ന് ഉറങ്ങിയേ പറ്റൂ, ഒരു കൺട്രോളും കിട്ടുന്നില്ല. മുകളിൽ പോയി അതിനുള്ള സൗകര്യമുണ്ട്, എങ്ങനെയെങ്കിലും അങ്ങോട്ട് മാറിക്കണം. നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വരികയാണ്. ശരി, അപ്പോൾ ഇനി ആ വാക്യം 8:10 മുതൽ 18:10 മുതൽ 1 വായിച്ചു തുടങ്ങാം. അയ്യോ അയ്യോ എന്നും പറഞ്ഞു. ഇനി അയ്യോ എന്ന് പറയാൻ പ്രയാസമുണ്ടെങ്കിൽ പറയണ്ട, ബാക്കി വായിച്ചാലും മതി. ആ ആ ആ ബാക്കിയാണ് ശ്രദ്ധിക്കേണ്ടത്.
1 മണിക്കൂർ കൊണ്ട് ബാബിലോണേ നിന്റെ ന്യായവിധി വന്നല്ലോ. ഭൂമിയിലെ വ്യാപാരികൾ. അത് നമ്മളാരും പെടൂല. ചെറിയ കച്ചവടമൊക്കെ ഉള്ള ആരും ഇവിടെ ഉണ്ട് ഓർത്തോ, നമ്മളാരും അതിൽ പെടത്തില്ല. എന്താ കാര്യം? നമ്മൾ ഇവിടുത്തെയൊക്കെ ചെറിയ കടയോ കമ്പോളോ ചെറിയ ബിസിനസ്സോ ഒക്കെ നടത്തി പോകുന്നവരാ. പക്ഷെ ഭൂമിയിലെ വ്യാപാരിയാവോ? ആവോ? ഭൂമിയിലെ വ്യാപാരി എന്ന് വിളിച്ചത് MNCകളെയാണ്, മൾട്ടി നാഷണൽ കോർപ്പറേറ്റുകൾ. അംബാനിമാരെ പോലെ, എന്താ പറഞ്ഞാൽ ടാറ്റ ബിർളമാരെ പോലെ, വിജയ് മല്യയെ പോലെ ഒക്കെയുള്ള കോടീശ്വരന്മാർ. അങ്ങനെ ആരും ഉണ്ടോ ഇവിടെ? അറിയണം. മിണ്ടായിരിക്കരുത്. അതൊക്കെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മിണ്ടായി വിടിയിരിക്കരുത്. ഇവരെയാണ് വിളിക്കുന്നത് എന്താ? മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകൾ, ഭൂമിയിലെ വ്യാപാരികൾ. അവർ മുതലിറക്കി ഇറാഖിനെ എങ്ങനെ മാറ്റും? വായിച്ചു. നിക്കേ പൊന്ന വെള്ളി രത്നം മുത്ത് എന്നതുകൊണ്ട് ജൂവൽസ്, വിലപിടിപ്പുള്ള സ്വർണവും രത്നവുത്തിലുമൊക്കെ നിർമ്മിച്ച ആഭരണങ്ങളുടെ വിപണി ഇറാഖ് പട്ടണത്തിൽ വരും. ഓക്കെ. അവിടെ നിന്നുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെ മൂല്യം നമ്മുടെ കടകൾക്കുണ്ടാവില്ല. അതിനേക്കാൾ വിലപിടിപ്പുള്ള ഉൽപ്പന്നങ്ങൾ, മരതകം പതിച്ച, മാണിക്യമുത്ത് പതിച്ച, വൈഡൂര്യമുത്ത് പതിച്ച മോതിരങ്ങൾ, മാലകൾ, വളകൾ, ഇതൊക്കെ വിൽക്കും. ഇത് നമ്മൾ മൊബൈലിലൂടെ ഇതിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ വിളിക്കുക. അപ്പോൾ അവർ പറയും ഞങ്ങളുടെ ഫ്രാഞ്ചൈസി ഒരെണ്ണം മുംബൈയിൽ നെരൂരിലുണ്ട്, അതിനുള്ള ലൊക്കേഷൻ മാപ്പെല്ലാം തരും, അവിടെ ചെന്നാൽ മതി. അത് കിട്ടും. മാത്രമല്ല പൂർണ്ണ വില ഇപ്പോൾ അടയ്ക്കണ്ട, ഉള്ള പണം കൊടുത്താൽ മതി. ബാക്കി EMI അനുവദിക്കുക, ഇൻസ്റ്റാൾമെൻറ്റ് സ്കീം. അങ്ങനെ ലക്ഷങ്ങൾ വിലയുള്ള വസ്തുക്കൾ ഏത് സാധാരണക്കാരനും വാങ്ങാൻ കഴിയും വിധം ഉദാരമാകുന്ന ഒരു കച്ചവട വ്യവസ്ഥിതി നമ്മുടെ കൺമുമ്പിൽ കണ്ടു. അതല്ല ഇന്നത്തെ കാലത്തിൻ്റെ പ്രത്യേകത. ഇതെന്നാ തുടങ്ങിയത്? 90കളിൽ മൻമോഹൻ സിംഗ്, നരസിംഹറാവു പ്രധാനമന്ത്രിയാവുകയും മൻമോഹൻ സിംഗ് റിസർവ് ബാങ്ക് ഗവർണറായിരിക്കുകയും ചെയ്ത കാലത്താണ് ഇന്ത്യയിൽ ഉദാര സാമ്പത്തിക സമീപനങ്ങൾ വരുന്നത്. ഇത്ര ഇന്ത്യ വളർന്നതിൻ്റെ പിന്നിലെ ബ്രെയിനാണ് രണ്ടുപേരും. അന്നത്തെ ചരിത്രമൊന്നും അവരെ അങ്ങനെ ഉൾക്കൊണ്ടില്ല. അത് മറ്റൊരു സത്യം. ഇന്ത്യ ഇന്ന് നേരിടുന്ന എല്ലാത്തരം വളർച്ചയ്ക്കും പിന്നിലും ആ മിണ്ടാത്ത അപ്പച്ചനാണ് ഈ പണിയെല്ലാം ചെയ്തത്. മനസ്സിലായോ? ഈ മൻമോഹൻ സിംഗിൻ്റെ ആ ഫോട്ടോ കണ്ടോ? പുള്ളിക്കാരൻ ചിരിച്ചാലും കരയുന്ന പോലെ നമുക്ക് തോന്നുന്നു. വലിയ സന്തോഷത്തിലാണ് പുള്ളി ചിരിക്കുന്നത്. പക്ഷേ കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നും സങ്കടപ്പെട്ട് കരയാ, കണ്ണീര് വരുന്നില്ലെന്ന്. എല്ലാം കളിയാക്കുമ്പോഴും പുള്ളി മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷേ വലിയ ബ്രെയിനുള്ളൊരു മനുഷ്യനാണ്, വലിയ കഴിവുള്ള ആൾ. അത് ഇവിടെ ശക്തമായ പ്രക്ഷോഭങ്ങളെയൊക്കെ കണ്ട് നേരിട്ടാണ് അദ്ദേഹം വളരെ തന്ത്രപരമായിട്ട് അത് ആവിഷ്കരിക്കുന്നത്. അതായത് ഇപ്പം നിങ്ങൾ ലോകത്തോട്ട് നോക്കിക്കേ, മുഴുവൻ ലോകത്തിൽ നോക്കിയാലും ഒത്തിരി മനോരോഗികൾ ലോകം ഭരിക്കുന്ന കാഴ്ച കാണാം. ഇത് ട്രംപ് എന്ന് പറഞ്ഞ ആളാണ് അവിടെ. വേറൊരുത്തൻ ആ ഉത്തര കൊറിയയിലൊരു വട്ട് പിടിച്ച സഹോദരനുണ്ട്. ഞാൻ അങ്ങനെ അധികം ദൂരത്തേക്കൊന്നും പോകണ്ട, നമ്മുടെ പരിസരമൊക്കെ നോക്കിയാൽ ഒത്തിരി വട്ടന്മാരെ കാണാം. ഇത് ലൈവ് ഉണ്ടെന്നൊക്കെ എനിക്കറിയാൻ ബ്രദറെ. ഞാൻ ഒത്തിരി കൺട്രോൾ ചെയ്ത് തുടങ്ങി, പക്ഷെ കിട്ടുന്നില്ല. മനസ്സിലായോ? വിവരവും ഇല്ല, ബോധവും ഇല്ല. ഈ ഇലക്ഷനൊക്കെ വന്നാൽ പലപ്പോഴും ആൾ പറയുന്നത് ഇയാളുടെ സഹതാപം നോക്കി വോട്ട് ചെയ്യാനാ. അങ്ങനെയാണോ ചെയ്യണ്ടേ? സഹതാപം നോക്കി വോട്ട് ചെയ്താൽ നമ്മൾ തീർന്നില്ലേ? ഞാൻ ഉദാഹരണം പറയാം. ഞാനിപ്പോൾ ഇവിടെ പ്രധാനമന്ത്രിയായിട്ട് മത്സരിക്കുക, എന്നോട് സഹതാപം തോന്നി വോട്ട് ചെയ്താൽ ഈ രാജ്യം തകരുകയല്ലേ? അതിനാ പൊളിറ്റിക്സ് പഠിച്ച ആളുകളുണ്ട്, വെൽ എക്സ്പീരിയൻസ്ഡായ ആളുകളുണ്ട്. അത് നോക്കിയാൽ വോട്ട് ചെയ്യേണ്ടത്. ആളിൻ്റെ പേഴ്സണലായ കഴിവ് അതൊക്കെ നോക്കണ്ടേ? സഹതാപം നോക്കിയല്ലോ പഞ്ചായത്തിൽ വോട്ട് ചെയ്യണം. അല്ലാതെ അവനെങ്ങനെ രക്ഷപ്പെട്ട് പോക്കോട്ടെന്ന് ഓർത്തല്ല, വേറൊന്നും ഓർത്തല്ല. അത് സഹതാപം നോക്കിയല്ലേ വോട്ട് ചെയ്യേണ്ടത്. അതിന് കാര്യവും കണക്കൊക്കെ ഉണ്ട്. മനസ്സിലായോ? ഞാൻ സഭയുടെ വോട്ടൊന്നും അല്ല. അത് നിങ്ങൾ സഹതാപം നോക്കി ചെയ്യുക. നമ്മുടെ കമ്മിറ്റിയിലേക്കൊക്കെ സഹതാപം അർഹിക്കുന്ന ആരെങ്കിലും ഉണ്ട് നിങ്ങൾ പറഞ്ഞു വിട്. ഞാൻ രാഷ്ട്രീയം, ദേശീയ രാഷ്ട്രീയം പറഞ്ഞാൽ പോട്ടെ, പറഞ്ഞു വിട്ടത്രേ ഉള്ളൂ. ഇങ്ങനെ മുതലിറക്കി ലോകസമ്പന്നന്മാർ ഇങ്ങനെ ജുവലറികളെല്ലാം അവരുടെ കൺട്രോളിലാക്കുമ്പോൾ ലോക്കൽ കടകൾ പൂട്ടിക്കെട്ടും. നിങ്ങൾക്ക് മനസ്സിലായോ എന്താ കാര്യം?
വില കുറവ്, EMI അടച്ചാൽ മതി, സുതാര്യമായ വായ്പാ ഏർപ്പാടുകൾ, ഇതൊക്കെ കൊണ്ട് ഏതൊരാൾക്കും ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കഴിയുന്ന ഉദാരവൽകൃത സമീപനങ്ങൾ. കേട്ടല്ലോ? ലോക്കൽ കടകൾ പൂട്ടിപ്പോകും എന്ന് ഞാൻ പറഞ്ഞു. അതൊക്കെ മനസ്സിലായില്ല, ഞാൻ വിശദീകരിക്കാൻ പോവാണ്. ഇങ്ങനെ കണ്ട ഒരു ഉൽപ്പന്നം നിങ്ങൾ അടുത്ത സ്ഥലത്ത് പോയി വാങ്ങി. ആ മോതിരം കയ്യിലിട്ടു. അതിലിതാ മാണിക്യമുത്ത് പതിച്ചിരിക്കുന്നു, മരതക പച്ച, മഴവില്ലിൻ്റെ 7 അഴകും പ്രശോഭിക്കുന്ന മനോഹരമായൊരു മോതിരം കയ്യിലിട്ടുകൊണ്ട് നിങ്ങൾ അന്ന് തെരുവിലൂടെയൊക്കെ നടന്നു. വഴി കാണുന്ന ആളോടല്ല ഈ പുള്ളി ചോദിക്കാൻ തുടങ്ങി, എന്നാ ഉണ്ട് വിശേഷമൊക്കെ? ഇപ്പം എവിടെയാ, കാണുന്നൊന്നും ഇല്ലല്ലോ, കുറച്ച് നാളായല്ലോ. ആരും അങ്ങനെ കാണിച്ചു, അത്ര മനോഹരമാണ് ഈ സാധനം. വീട്ടിൽ വന്നു, ഇത് ഊരി വെച്ചു, ആരോ അടിച്ചു മാറ്റി. പ്രാളപ്പെട്ടു. നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തു. പോലീസുകാർ പറഞ്ഞു നോക്കാം. അവരെന്തോ നോക്കാമെന്നായി പറയുന്നത്? എവിടെ, ആര് കൊണ്ടുപോയി, അങ്ങനെ കണ്ടുപിടിക്കുന്നേ? അപ്പോൾ നമുക്ക് ആ മോതിരം വിറ്റ അതിൻ്റെ കൺട്രോൾ റൂമിൽ നിന്ന്, കസ്റ്റമർ കെയറിൽ നിന്നൊരു വിളി. കൺട്രോൾ റൂമല്ല, കസ്റ്റമർ കെയറിൽ നിന്ന്, മാഡം മോതിരം ഇട്ടിട്ട് എങ്ങനെയുണ്ട്? കാരണം ഞങ്ങൾ ആ മോതിരം തരുമ്പോൾ മാഡത്തിൻ്റെ നാൾ നോക്കി, അശ്വതിയാണോ കാർത്തികയാണോ ഭരണിയാണോ അത് നോക്കിയിട്ട് അതിന് പറ്റിയ മോതിരമാണ് തന്നത്. പുള്ളിക്കാരൻ ഉടനെ തിരിച്ചു പറഞ്ഞു, എൻ്റെ സാറേ അതുകൊണ്ട് വിശേഷം ഉണ്ടായില്ല, അത് കാണാൻ പോയി. പണം പോലും അടച്ചു തീർന്നില്ല, ഞാൻ ആകെ ദുഃഖിതയാണ്, അങ്ങോട്ട് പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. പിന്നെ അവിടുന്ന് മറുപടി, മാഡം അതേക്കുറിച്ച് ബോധേടാണ്ട, അത് പോയി നിർത്ത് വിഷമിക്കേണ്ട, കാരണം നിങ്ങളുടെ മോതിരം ഇൻഷുവേർഡാണ്. ഒരു ഡിപ്രിസിയേഷൻ ചാർജ് ഞങ്ങൾ ഈടാക്കുക, ഒരു 10,000 രൂപ അടച്ചാൽ മതി, ഞങ്ങളത് മാഡത്തിന് തിരിച്ചെടുത്ത് തരും. അതെങ്ങനെയാ? അതെവിടെ കാണാതെ പോയാലും ഞങ്ങൾ എടുത്ത് തരും. ഇനി ഞങ്ങൾക്കതിന് കഴിയുന്നില്ലെങ്കിൽ മാഡത്തിന് പുതിയൊരു മോതിരം തരും, അതുപോലെ അത് മതി. ഈ മോതിരം ഇട്ടവൻ ഇവിടങ്ങ് നിന്നില്ല, കിട്ടിയ വണ്ടിക്ക് അവൻ കേരളം ചാടി. അവൻ്റെ സന്തോഷം നിൽക്കാത്തത് കൊണ്ട് അവന് നിൽക്കാൻ പറ്റുന്നില്ല, ഒരൊറ്റ പോക്ക്. പല മോഷണം അവൻ നടത്തിയിട്ടുണ്ടെങ്കിലും ഇത്രയും നല്ലൊരു മോഷണം അവൻ്റെ ജീവിതത്തിലില്ല, അവൻ്റെ ഒറ്റ പോക്ക്. അവൻ്റെ മാനസികാവസ്ഥ ഞാനെന്ന് പറയാം. പണ്ടൊരു സഹോദരി വചനമെല്ലാം കേട്ട് അങ്ങ് സന്തോഷമായി, വലിയ സന്തോഷം. അപ്പോൾ പുള്ളിക്കാരി അടുത്ത ആഴ്ച സാക്ഷി പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച ഞാൻ വചനം കേട്ടു, എൻ്റെ ആത്മസന്തോഷത്തിൻ്റെ ആധിക്യം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ ആധിക്യം കൊണ്ട് എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാന്ന്. മനസ്സിലായോ? ദൈവസ്നേഹത്തിൻ്റെ ആഴം കൊണ്ട് എനിക്കിവിടെ പിടിച്ചു നിൽക്കാനേ പറ്റുന്നില്ല, ഞാൻ മരിക്കാൻ പോവാന്ന്. പൊട്ടിപ്പോകുന്ന അവസ്ഥയിലെത്തി ആ ഹൃദയം, അതുകൊണ്ട് സംഭവിച്ചാ പോട്ടെ. ഇതുപോലായി ഇവൻ ഒരൊറ്റ പോക്ക്. അവൻ അവിടെ ചെന്നു, പെട്ടിയൊക്കെ ഇറക്കി വെച്ചു, ഈ മോതിരം കയ്യിലേക്ക് ഇട്ടു. മോതിരം കയ്യിലേക്കിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞു, ശരീരത്തൊരു ചെറിയ ക്ഷീണം, ദേഹത്തൊരു വിറയൽ. നേരെ അവൻ പതുക്കെ വണ്ടിയെടുത്ത് ക്ലിനിക്കിലെത്തി. ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ഇവിടെ ഇപ്പോൾ പരിശോധിക്കാൻ വേണ്ടത്ര കാര്യങ്ങളൊന്നുമില്ല, എങ്കിലും ഒരു കാര്യം ചെയ്യും, ഒന്ന് സ്കാൻ ചെയ്യാം. സ്കാൻ ചെയ്യാൻ വേണ്ടി ഇവനെ അകത്തോട്ട് വിട്ടു. വിറയൽ കൂടിക്കൂടി വരിക. സ്കാൻ ചെയ്യുന്ന ആ മുറിയിലേക്ക് കയറി അവനോട് പറഞ്ഞു, ഈ മാലയൊക്കെ ഒന്ന് ഊരിയാട്ടെ, വാച്ചൊക്കെ മാറ്റി വെച്ച്. വാച്ചെടുത്ത് വെച്ചു, മാല ഊരി, മോതിരം അങ്ങോട്ട് ഊരുകയും അവൻ്റെ ആ കെലിയിലിപ്പങ്ങ് നിന്നു. അവനൊരാശ്വാസം, ഒരു വിടുതൽ. ആ ഘട്ടത്തിൽ ദാ വരുന്നു ഒരു പോലീസ് ഓഫീസർ. സെക്യൂരിറ്റിയെ കണ്ടിട്ട് ചോദിച്ചു, മൊബൈൽ കാണിച്ചു കൊടുത്തു, ഈ കാണുന്ന മനുഷ്യൻ ഇങ്ങോട്ട് വന്നോ? വന്നു, അകത്തോട്ട് കയറിയിട്ടുണ്ട്. ആമാർ അകത്ത് കയറി ഡോക്ടറെ അടുത്ത് ചെന്നു. ഡോക്ടർ ചോദിച്ചു, സാറേ ഈ മനുഷ്യൻ ഇവിടെ വന്നോ? ആ വന്നു. എന്തിയാൾ? സ്കാനിങ്ങിന് പോയിരിക്കുക, അങ്ങോട്ട് പോയിട്ടുണ്ടോ? അയ്യോ സാറേ, അവൻ്റെ രോഗം സാറ് പരിശോധിച്ചാൽ മാറില്ല, അതിനാ ഞങ്ങളിവിടെ ഉള്ളതെന്ന്. ഞാൻ ഇടയ്ക്ക് ഒരു യൂത്ത് ക്യാമ്പിൽ ക്ലാസ് എടുക്കാൻ പോയി. അപ്പോൾ അവിടെ ഈ സൈക്യാട്രിയും സൈക്കോളജിയൊക്കെ പഠിച്ചവരാണ് വന്നിരിക്കുന്നത്. ഈ നെറ്റ് അഡിക്ഷനുള്ള കുട്ടികളെ തിരിച്ച് അതിൽ മോചിപ്പിക്കാനൊക്കെ വേണ്ടിയാണെന്നാണ് പറഞ്ഞത്. എനിക്കതേക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ല, എൻ്റെ വിഷയം വേറൊന്നാ. പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നത് കേൾക്കാൻ വേണ്ടി. അപ്പോൾ അതിലൊരു വളരെ എക്സ്പെർട്ടായൊരു മാഡം ഉണ്ട്. അവർ പറഞ്ഞു, ഈ കുട്ടികളെ അവർ നെറ്റ് അഡിക്റ്റായി വല്ലാതായി പോയി കഴിഞ്ഞാൽ ഈ ഹൈപ്പോത്തലാമസ് ഇതെല്ലാം കൂടെ ഫീഡ് ചെയ്യും, പിന്നെ ആളിനെ നമുക്ക് കൗൺസിലിംഗ് വഴി പോലും കൊണ്ടുവരാൻ പറ്റില്ല,
പിന്നെ അതിന് പറ്റിയ ഒരു തെറാപ്പി ഉണ്ടെന്ന് പറഞ്ഞു. ഭയങ്കര എക്സ്പെൻസീവാണ് അതൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു അവസരം വന്നു. ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് സൈക്യാട്രിയിലോ സൈക്കോളജിയിലോ ഒന്നും ചികിത്സയില്ലെന്ന് കേട്ടല്ലോ. പക്ഷെ വൈദ്യശാസ്ത്രത്തിലൊന്നും പെടാത്തൊരു ചികിത്സയുണ്ട് ഇത്തരക്കാർക്ക്. അതിന് അഡിയോതെറാപ്പി എന്നാ പറയുന്നത്. അത് കേട്ടിട്ടുണ്ടോ? വല്ലാതെ ഇതും ചിരണ്ടിക്കൊണ്ടിരിക്കുന്നവനുള്ള ചികിത്സ എന്തു വെച്ചാ യോഗത്തിന് വന്നിരിക്കുക, ചുണ്ണാമ്പ് ചിരണ്ടെന്ന പോലെ ചിരണ്ടിക്കൊണ്ടിരിക്കുക. വെറ്റേ ചുണ്ണാമ്പ് വെക്കുന്ന പോലെ പണ്ട്. അവൻ്റെ ചികിത്സ എന്തുവാ? അവനുള്ള ചികിത്സയാണ് അഡിയോതെറാപ്പി. അപ്പോൾ ചിലതരം രോഗങ്ങളുടെ ചികിത്സ എന്തുവാ? അഡിയോതെറാപ്പി. അത് ലോകം അന്താരാഷ്ട്ര ലെവലിൽ അംഗീകരിച്ചൊരു ചികിത്സയാണ്. രേഖാമൂലം ഇല്ലെന്നേ ഉള്ളൂ, ലോകത്തെല്ലാവർക്കും അറിയാം. ചിലതരം രോഗം മാറാൻ എന്ത് മതി? അഡിയോതെറാപ്പി. കൊച്ചു പിള്ളേരൊക്കെ ഉള്ള വീട്ടിൽ ഈ ഞായറാഴ്ച നമ്മൾ ആരാധനയ്ക്കൊക്കെ പോകുമ്പോൾ ഈ പിള്ളേർ ഞായറാഴ്ച തന്നെ പദ്ധതി ഇട്ട് വരുന്ന ചില പിള്ളേരുണ്ട്. നല്ല കുഞ്ഞുങ്ങളുണ്ട്, ഞാൻ അവരല്ല ഉദ്ദേശിച്ചത്. നല്ല കുഞ്ഞുങ്ങളുമുണ്ട്, അന്തിക്രിസ്തുവിന് പറ്റിയ പിള്ളേരുമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? പ്രായമാകുന്ന ഈ രാവിലെ ഞായറാഴ്ച വരുന്നത് അങ്ങോട്ട് എണ്ണീറ്റ് വരികയും പ്രാർത്ഥന കഴിയുകയും 2 എണ്ണം കൊടുത്തേക്കണം. എടാ മോനെ, ഇതൊരു അഡ്വാൻസാണ്. നമ്മളിനി യോഗം കഴിഞ്ഞ് ഇതിൻ്റെ ബാക്കി നമുക്ക് ഡീൽ ചെയ്യുക. തൽക്കാലം ഇതുകൊണ്ട് ക്ഷമിക്കുക. മനസ്സിലായോ? ഇതാണ് ഈ അഡിയോതെറാപ്പി എന്ന് പറയുന്നത്. ഇനി കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ് നമുക്കൊരു 10 മിനിറ്റ് ഇരിക്കാൻ കുഴപ്പമില്ല, പോട്ടെ. അപ്പോൾ അതുകൊണ്ട് ഈ പുള്ളി എന്ത് പറഞ്ഞു? ഇവൻ വന്നവനോട് ഉണ്ടോ? ഉണ്ട്. നിങ്ങൾ കൈകാര്യം ചെയ്യാം. അവനെ ഞാൻ വിളിച്ചു. അവൻ മോതിരം മോഷ്ടിച്ച നിമിഷം മുതൽ ആ സമയം മുഴുവൻ റെക്കോർഡ്സ് കാണിച്ചിട്ട് ചോദിച്ചു, ഇത് നീ തന്നെയാണോ? ആ ഞാനാ. എങ്ങനെ കണ്ടുപിടിച്ചേ? ഇവൻ ധരിച്ച മോതിരത്തിൽ ഒരു രഹസ്യ സെൻസർ. ആർക്കും കണ്ടുപിടിക്കാൻ പോയി എവിടാന്നൊന്നും മാറ്റാൻ പറ്റില്ല. GPS പോലെ അന്ന് അതിലും അഡ്വാൻസ്ഡ് സംവിധാനം വരും. സാറ്റലൈറ്റുകൾ വഴി ലൊക്കറ്റ് ചെയ്ത് ഈ ആളിനെയും സംഭവത്തെയും മുഴുവൻ കണ്ടുപിടിക്കാൻ കഴിയും വിധം ലോകം സാങ്കേതിക വിദ്യയിൽ വിജയം കൈവരിച്ചു. ബഹിരാകാശത്തിൻ്റെ കൺട്രോൾ ലോകരാഷ്ട്രങ്ങൾ മത്സരിക്കുക. നമ്മളിതാ 100ാമത്തെ സാറ്റലൈറ്റ് അയച്ചു കഴിഞ്ഞ് ഇന്ന് രാവിലെ നോക്കുമ്പോൾ ലോകാധിപത്യം മുഴുവൻ പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളുടെ കയ്യിലേക്ക് മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. വചനം പറയുന്നു, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. എന്നാലോചിച്ച് നോക്കി, രഹസ്യങ്ങളില്ലാത്തൊരു കാലം വരുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി ഇന്ന് വചനം കേൾക്കുന്നവർക്കിടയിൽ. സോഷ്യൽ മീഡിയ ഏറ്റവും പ്രായോഗികവും എഫക്റ്റീവുമായ ഒന്നാണ്. പക്ഷേ എത്ര ആളുകൾ ദുരുപയോഗം ചെയ്യുന്നു ആ മണ്ഡലത്തിൽ. തീർച്ചയായും ഈ ദൈവവചന പഠനം നിമിത്തം പിന്തിരിഞ്ഞ് നടക്കാൻ മനസ്സുള്ള ചിലർക്കെങ്കിലും ഈ വചനം ആശ്വാസവും വിടുതലുമാകട്ടെ. ഒരു കാര്യം നമുക്ക് ഉറപ്പാക്കാം, എൻ്റെ പക്കൽ ദൈവം തന്നിരിക്കുന്ന സാങ്കേതിക വിദ്യകൾ, സാഹചര്യങ്ങൾ മനുഷ്യൻ്റെ നന്മയ്ക്കും സർവോപരി ദൈവനാമത്തിൻ്റെ മഹത്വത്തിനുമായി പരമാവധി ചിലവഴിക്കാൻ ഞാൻ ഒരിക്കൽ കൂടി പുനഃസമർപ്പണം ചെയ്യുന്നു. ഒരഡിക്ഷനും വരില്ല. കർത്താവ് നമ്മളെ വിടുവിക്കുന്ന വലിയവനായ ദൈവമാണ്. പിന്തിരിഞ്ഞോടാൻ ദൈവാത്മാവ് ബുദ്ധിപദേശം തരുമ്പോൾ വീണ്ടും ആ വഴിത്താരയിലൂടെയല്ല എനിക്ക് പോകേണ്ട വഴി, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഒരു തെറാപ്പി കൊണ്ടുമല്ല. പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഒന്ന് മാറി നടക്കാൻ ഏതെങ്കിലും തെറ്റായ വഴിത്താരകളുടെ സഞ്ചരിച്ചാണ് പോക്കെങ്കിൽ അവിടെ മരണം പതിയിരിക്കുന്നു, ജീവിത തകർച്ച പതിയിരിക്കുന്നു. ഈ വചനം കേൾക്കുന്ന സകലർക്കുമിടയിൽ ഏതെങ്കിലും വിധത്തിൽ ഇത്തരം അഡിക്ഷനുള്ള പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ പിന്തിരിഞ്ഞ് വരാനാവാത്ത വിധം ഒരു കടലിൽ എടുത്തു ചാടി നീന്തി തുടിച്ച് കരയ്ക്ക് കയറാനാവാതെ നീന്തറിയാതെ വിഷമിക്കുന്നവളെ പോലെ ഇത്തരം മാധ്യമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നവരുണ്ടോ? ലജ്ജാബോധം കൊണ്ട് പുറത്തു പറയാനാവാത്ത ഏതെങ്കിലും പ്രതിസന്ധിക്കകത്ത് അടിമപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ടോ? ഭാരപ്പെടേണ്ട, ഇതാ വിടുവിക്കുന്ന ഒരു യേശു വന്നിരിക്കുന്നു. രക്ഷിക്കാൻ കഴിയുന്ന സർവശക്തന്റെ പുത്രൻ നിന്നെയും രക്ഷിക്കാൻ അവൻ്റെ രക്തം മുൻകൂറായി കാൽവരുടെ കൊല്ലമരത്തിൽ യാഗമായി അർപ്പിച്ചെങ്കിൽ അവനാൽ കഴിയാത്ത ഒരു കാര്യമില്ല. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വലിയ വിടുതലുകൾ വ്യാപരിക്കും. സാന്ദർഭികമായി ഇത് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ഇത്തരം ജുവലറികൾ വന്നു കഴിഞ്ഞാൽ ലോക്കൽ കടകൾ പിടിച്ച് നിൽക്കുമോ? ഇല്ല. ഞാനിത് ദുബൈയിൽ ക്ലാസ് എടുക്കാറുണ്ട്. എന്നിട്ട് ഞാൻ തമാശയ്ക്ക് പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാകത്തോണ്ട് പറയാം, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. ഇങ്ങനെ വലുതും പൂട്ടി കിട്ടുമെന്ന് പറയും, പിറ്റേന്ന് അങ്ങനെ അറസ്റ്റ് ചെയ്തു.
അത് ഞാൻ പറഞ്ഞുകൊണ്ടാണെന്നല്ല പറഞ്ഞേ, ഈ ചെറുകിട കടകളെല്ലാം പൂട്ടിക്കെട്ടും. കാരണം ഇവനോട് മത്സരിക്കാൻ പറ്റില്ല. മൾട്ടിനാഷണൽ കമ്പനിയാണ്. ഇതിൻ്റെ കൺട്രോൾ മുഴുവൻ ഇറാഖിലായിരിക്കും. ഉൽപ്പന്നം മുഴുവൻ അവിടെയാണ്. ഫ്രാഞ്ചൈസികൾക്കും ഏജൻസികൾക്കും അവൻ്റെ ഉൽപ്പന്നം വാങ്ങി വിൽക്കാം, പക്ഷേ വില കൂട്ടാനൊന്നും പറ്റില്ല. അതേ വിലയ്ക്ക് കസ്റ്റമർക്ക് കൊടുക്കാം എന്ന് ഉറപ്പുണ്ടെങ്കിൽ നേരിയ ലാഭത്തിന് ഇവനിവിടെ പ്രവർത്തിക്കാം. അങ്ങനെയാണ്. അത്തരം ബിസിനസ്സുകൾ ഏതാണ്ട് റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. നമ്മളൊക്കെ വാങ്ങാറുണ്ടല്ലോ അങ്ങനെ ഉൽപ്പന്നങ്ങൾ, ഈ വിധത്തിലല്ലെങ്കിൽ കൂടി. അടുത്ത വായിക്കാം. ആ ആ ആ ആ മതി മതി. പ്രവാചകൻ ഈ ദർശനം കാണുന്ന കാലത്ത് ദർശനത്തിലിരിക്കുക നേരിയ തുണി. വളരെ ഇന്നത്തെ ലോകം ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഭ്രമമുള്ളൊരു ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഇത്തരം വസ്ത്രവിപണി ഇറാഖ് പട്ടണത്തിൽ ശക്തിപ്പെടും. വ്യത്യാസം, നോക്കി നിൽക്കേ ഇതിൻ്റെ ഘടന മാറ്റാവുന്ന, നിറം മാറ്റാവുന്ന, ഡിസൈൻ മാറ്റാവുന്ന വിധത്തിൽ പ്രോഗ്രാം ചെയ്ത വസ്ത്രങ്ങളാകും ഇനി വിപണിയിൽ വരിക. നാനോ ടെക്നോളജി പോലെ വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികാസം, അതുവഴി ആഴ്ചകൾ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന സുഗന്ധദായകമായ വസ്ത്രങ്ങൾ, കൂടാതെ ചെളി പുരളാത്ത, വിയർപ്പടിയാത്ത, എപ്പോഴും ആ ഫ്രഷ്നസ് നിലനിർത്തുന്ന വസ്ത്രവിപണി. മനസ്സിലാകുന്നല്ലോ? അത് വന്നാൽ മറ്റു വസ്ത്രങ്ങൾക്ക്, ആ വിപണികൾക്ക് പിടിച്ചു നിൽക്കാൻ വയ്യാതെ വരും. അവയാണ് സൂചിപ്പിക്കുന്നത് സാങ്കേതിക വിദ്യ കൊണ്ട് വികസിപ്പിച്ചെടുക്കുന്ന ഹൈടെക് വസ്ത്രങ്ങളുടെ വിപണി. അത് ഇറാഖ് പട്ടണത്തിൽ വരും. അടുത്ത വായിച്ചോളൂ. ആ ആ ആ ആ മതി. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഡെക്കറേഷൻ ഐറ്റംസ്, ഇൻറ്റീരിയൽ ഡെക്കറേഷന് വേണ്ടത്, കൺസ്ട്രക്ഷന് വേണ്ടത്, അത്തരം ഗുഡ്സിൻ്റെ വിപണി അവിടെ ഉണ്ടാകും. പിന്നെ ആ ആ ആ ആ ആ മതി മതി മതി, അത്ര നിൽക്കട്ടെ. പെർഫ്യൂം ഐറ്റംസ്, സ്പൈസസ് ആൻഡ് പെർഫ്യൂംസ്, ഇതിൻ്റെ വിപണി ഉണ്ടാകും. ഒരു തവണ സ്പ്രേ ചെയ്താൽ ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന സുഗന്ധം, അതും വ്യത്യസ്ത സുഗന്ധങ്ങൾ. പരമ്പരാഗതമായ ആ പെർഫ്യൂമുകളെക്കുറിച്ചുള്ള സങ്കല്പം തന്നെ മാറും. ഇത്തരം പെർഫ്യൂമുകൾ വന്നാൽ ബാക്കി വിപണികൾ തോറ്റു തുന്നം പാടും. ഇത്തരം വിപണി ശക്തിപ്പെടും. അടുത്തത് വീഞ്ഞ്, മദ്യത്തിൻ്റെ പ്രതീകമാണ്. നമ്മൾ കഴിഞ്ഞ രാത്രി പറഞ്ഞു, വെള്ളം അടിച്ചാൽ നെബൂഖദ്നേസറല്ലല്ലോ, ബേൽശസ്സറിൻ്റെ കഥ പറഞ്ഞ് ഓർമ്മയുണ്ടല്ലോ. വെള്ളം അടിച്ച് കോൺ തെറ്റിയപ്പോൾ അളിയും കയറി വിളിക്കുക, എങ്ങനാ അളിയാ, ഇത്തരം സാധനം. ഞാൻ പറഞ്ഞൊരു കഥയാ, അല്ല ബൈബിളിൽ അങ്ങനെയൊന്നും ഇല്ല, നമുക്ക് മനസ്സിലാവാൻ പറഞ്ഞാൽ. അങ്ങനെയെങ്കിൽ ഒരു തവണ കഴിച്ചാൽ ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ലഹരി, വലിയ ഉന്മാദം പ്രദാനം ചെയ്യുന്ന മദ്യം. മനസ്സിലായോ? ഞാൻ ഈ റാന്നിക്കപ്പുറത്ത്, റാന്നിക്കാരെല്ലാം ഉണ്ട് മനസ്സിലാവും, ചെത്തോങ്കരയിൽ നമ്മുടെ സ്ഥലത്ത് പരസ്യത്തിനുണ്ട് എന്നെ ഒരാൾ. ഞാനിങ്ങനെ പറഞ്ഞ് പ്രസംഗിച്ച് വന്ന വഴിക്ക്, ഇതൊന്നും അവിടെ പറ്റുമല്ലോ, നേരമില്ല ഇതിനൊന്നും. ഇങ്ങനെ പ്രസംഗിച്ച് വന്ന വഴിക്ക് നാടൻ മദ്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. അട്ടയും പഴുതാരയും മദ്യത്തലയും മാക്രിയും ബാറ്ററി കുമ്പളങ്ങ പഴയ കാടി എല്ലാം ചേർത്ത് വാറ്റി. ഈ കഥയെല്ലാം കേട്ടുകൊണ്ട് ഒരുത്തനോടെ നിൽക്കുക. ഇന്നേ ചെന്ന് പറയാ, ഉപദേശി പ്രസംഗിച്ചു, ആരും ഒന്നും പറയലെന്ന് പറഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് തീരാന്തരം പറയുക, ആ പറഞ്ഞെല്ലാം കൂടെ ഒന്ന് കുറിച്ച് തരണമെന്ന്. ഞാൻ അതോടത്തരം പരിപാടി നിർത്തി. ഡേറ്റ മുഴുവൻ കളക്ട് ചെയ്ത് നമ്മൾ കൊണ്ടുപോയത് ഇവൻ ഇങ്ങനെ ഉപയോഗിക്കുന്ന മനസ്സിലായതോടുകൂടി ആ പരിപാടി നിർത്തി. പിടികിട്ടിയോ? ഇത്തരം നാടൻ ആനയമ്മയ്ക്കല്ല, ഒരു തവണ അടിച്ചാൽ മാസങ്ങൾ സ്വന്തം അപ്പനെയും കയറി വിളിക്കും, അയ്യോ ഈ സാധനം ഇവിടെ വിൽക്കും, ഇറാഖ് പട്ടണത്തിൽ വിൽക്കും. അപ്പോൾ ലോക്കൽ മദ്യശാലകൾ പൂട്ടിക്കെട്ടും. വിപണി ഇങ്ങനെ ആവും. പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഭക്ഷ്യവസ്തുക്കൾ. ഇപ്പോഴ് ഈ വിത്തുകളെക്കുറിച്ചുള്ള വലിയ ഗവേഷണമാണ് നമ്മുടെ ലോകം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ അതിൻ്റെ വിജയത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ വിത്ത് വ്യാപാരികൾ വാൾമാർട്ടാണെന്ന് തോന്നുന്നു. അത്തരം ധാരാളം കമ്പനികളുണ്ട്. വാൾമാർട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, വാൾമാർട്ടിൻ്റെ ഡയറക്ടർ. വാൾമാർട്ട് ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത ജനിതക ഘടനയ്ക്ക് മാറ്റം വരുത്തിയ വിത്തുകളാണ് വിൽക്കുക. നമ്മൾ
പത്രത്തിലൊക്കെ കണ്ടു, BT വഴുതന നിരോധിച്ചെന്നൊക്കെ കേരളത്തിൽ വായിച്ചില്ലേ? BT വഴുതന നിരോധിച്ചു എന്നുള്ള വായിച്ചിട്ട് ആരാണ്ട് പറഞ്ഞു, കണ്ടോ വന്ന് വഴുതനങ്ങയ്ക്ക് വരെ ഇനിഷ്യലായെന്ന്. എങ്ങനെയാ? BT വഴുതന, AT ചാക്കോ എന്നൊക്കെ പറഞ്ഞ പോലെ BT വഴുതനയെന്ന്. BT വഴുതന അതെന്താ അത്? അതിൻ്റെ ഞാൻ സയൻറ്റിസ്റ്റ് ഒന്നുമല്ല, അതുകൊണ്ട് എൻ്റെ ഐഡിയക്കനുസരിച്ചാണ് പറയുക. ഒരു ഉൽപ്പന്നം നോക്കി നിൽക്കപ്പെട്ടെന്ന് ചീഞ്ഞഴുക, 1-2 ദിവസം കഴിഞ്ഞാൽ കൊള്ളതില്ലാതാകുക. ഇതിനൊരു കാരണമുണ്ട്. ഇതിനകത്തെ ബാക്ടീരിയകളാണ് പ്രശ്നമെങ്കിൽ ഇത് ഉൽപാദന ഘട്ടത്തിൽ തന്നെ അതിലും വീര്യം കൂടിയ ബാക്ടീരിയകളെ അതിനുള്ളിൽ നിക്ഷേപിക്കുക. വിത്തിൽ ഒരു ആൻറ്റിബയോട്ടിക് ചികിത്സയുടെ തത്വം. ഏതെങ്കിലും വിധത്തിൽ ഈ വഴുതന അഴുകി ചെയ്യാൻ കാരണമായ ബാക്ടീരിയകൾ ശക്തിപ്പെട്ടു വരുമ്പോൾ വീര്യം കൂടിയവയെ അവയെ ഭക്ഷിക്കുക. അപ്പോൾ വഴുതന കുഴപ്പമില്ല, അവിടെ ഇരിക്കും. ഇപ്പം ഇത്തരം വിത്തുകൾ വാൾമാർട്ട് വിൽക്കുക. നെല്ല് ഇതര ഉൽപ്പന്നങ്ങൾ, അതാ നെൽകൃഷിയിലൊക്കെ പരീക്ഷണം നമ്മുടെ നാട്ടിൽ അനുവദിച്ചിട്ടില്ല, കേരളത്തിൽ. അങ്ങനെ വരുമ്പോൾ കിട്ടുന്നെന്താ? ചില ഗുണങ്ങളുണ്ട്, ഇല്ലെന്നല്ല. രുചി വർദ്ധിക്കാൻ കാരണമായ ഘടകങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുക, നിർവീര്യമാകാൻ കഴിയുന്ന ഏതെങ്കിലും ദോഷങ്ങളുള്ള വശങ്ങളെ ആ പ്രോഗ്രാം ചെയ്ത് മാറ്റുക. ഇങ്ങനെയുള്ള വിത്തുകളാണ്. അപ്പോൾ കർഷകൻ എന്ത് ചെയ്യും? ഈ വിത്തുകളോട് പിടിച്ചു നിൽക്കാൻ നമ്മുടെ നാട്ടിലെ വിത്തുകൾക്ക് കഴിയില്ല, പാരമ്പര്യ വിത്തുകൾക്ക്, ആ സങ്കല്പങ്ങൾക്ക് കഴിയില്ല. കൺസർവേറ്റീവായ അഗ്രികൾച്ചറൽ ആ കാഴ്ചപ്പാടുകൾ മാറും. അപ്പോൾ എന്തു ചെയ്യും? ഇത് വാങ്ങാതെ പറ്റില്ല. പക്ഷെ ഗുണമുണ്ട്. ഒരു 100 രൂപ മുടക്കി ഒരു 10 സെൻറ്റോ 20 സെൻറ്റോ കൃഷിയിടം, ചെറിയ കൃഷിയിടം, അവിടേക്കുള്ള വഴുതനയ്ക്കുള്ള തൈ വാങ്ങി, അല്ലെങ്കിൽ നെല്ലോ എന്തെങ്കിലും ആട്ടെ, നമ്മളെ അമ്പരപ്പിക്കുന്ന റിസൾട്ടാണ്. ആ ചെറിയ ഭൂമിയിൽ നിന്ന് നമ്മൾ മുൻപ് ചെയ്തിരുന്നതിനേക്കാൾ 10 മടങ്ങ് ലാഭം കിട്ടി. ഗുണം വർദ്ധിക്കുന്നു, ലാഭം വർദ്ധിക്കുന്നു, അഭിവൃദ്ധിപ്പെടുന്നു. അപ്പോൾ കർഷകൻ പാടെ ഉപേക്ഷിക്കും പരമ്പരാഗത കൃഷി രീതി മുഴുവൻ മാറി. നമ്മുടെ നാട്ടിൽ അതിന് വേണ്ട സംവിധാനമൊക്കെ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹൈടെക് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നൊക്കെയാണ് കേൾക്കുന്നത്. പക്ഷേ സംഭവിക്കുന്നത് കേട്ടോ, 2ാം ഘട്ട വിത്തിട്ട് വീണ്ടും വിപണി ശക്തിപ്പെടുത്തി, കൃഷി ശക്തിപ്പെടുത്തി. സംഭവിച്ചത് കഴിഞ്ഞ തവണ കിട്ടിയതിൻ്റെ പാതി വിളവ്. പക്ഷേ നഷ്ടമില്ല, ലാഭം അത്ര ഇല്ലെന്നേ ഉള്ളൂ. 3ാം ഘട്ടമാണ് പറ്റിയത്. ആ വഴുതനത്തയ്യെ കൊണ്ട് നട്ടു, അല്ല വിത്ത് കൊണ്ട് വിതച്ചു. ഇത്തവണ കണ്ടപ്പോൾ അതെല്ലാം വലിയ മരം പോലെ നിൽപ്പുണ്ട്, ഒറ്റ വഴുതനയില്ല. ആകെ പ്രയാസപ്പെട്ടു. എന്താ സംഭവിച്ചേ? ചെന്നന്വേഷിക്കുമ്പോഴേ കേട്ടോ, നിങ്ങൾ ഇതിൻ്റെ കൂടെയുള്ള കാറ്റലോഗൊന്നും വായിച്ചില്ലേ? എന്താ പ്രശ്നം? ഞങ്ങളുടെ വിത്ത് തന്ന കൂടെ കാറ്റലോഗുണ്ട്. 1ാം വർഷം വലിയ വിളവായിരിക്കും, 2ാം കൊല്ലം പാതിയുള്ളൂ, 3ാം കൊല്ലത്തോടെ അതിന് കഴിവില്ല, ഷണ്ണത്വമാണ് 3ാം കൊല്ലം. ഇങ്ങനെയാണ് എൻ്റെ പ്രോഗ്രാം. 18 പണിയുള്ളൂ. ആ വിത്ത് മാറ്, പുതിയ വിത്ത് വാങ്ങ്, ലേറ്റസ്റ്റ് വന്നിട്ടുണ്ട്. ഓ അങ്ങനെ അതെടുത്താട്ടെ. അതിൻ്റെ വില കേട്ടോ, പണ്ട് 100 രൂപയ്ക്ക് വാങ്ങിയ വിത്തിൻ്റെ സ്ഥാനത്ത് ഇത് വേണോ 25,000 രൂപ വേണം. കർഷകൻ അമ്പരന്നു. തൻ്റെ പരമ്പരാഗത കൃഷിരീതി ഉപേക്ഷിച്ചു. ഇതിനെ ആശ്രയിച്ചേ പറ്റൂ. ഇത് ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം സംജാതമാകുന്നു. ഈ ഭയജനകമായ അന്തരീക്ഷത്തെ അഭിമുഖീകരിക്കാൻ ത്രാണിയില്ല. ആത്മഹത്യകൾ പെരുകും. അന്ന് മുഴുവൻ കച്ചവടവും ഇവിടം കേന്ദ്രീകരിച്ചാകും. അപ്പോൾ ഇതാ പറയുന്ന നേരിയ മാവ്, പിന്നെ ഗോതമ്പ്, പിന്നെ മാംസത്തിനും പാലിനും വേണ്ടി മനുഷ്യൻ ആശ്രയിക്കുന്ന ജീവജാലങ്ങളുടെ വിപണി അവിടെ ശക്തിപ്പെടും. പിന്നെ വാഹന വിപണി, അതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്തത് മനുഷ്യൻ്റെ ദേഹവും മനുഷ്യൻ്റെ പ്രാണനും വിൽപ്പനയ്ക്കുണ്ട്. മതി ഇവ പോലും വിൽപ്പനയ്ക്ക് വെക്കും. അങ്ങനെ മനുഷ്യൻ്റെ പ്രാണനും ശരീരമൊക്കെ വിൽപ്പനയ്ക്ക് വെക്കുന്നു. അത് രസകരമായൊരു പഠനമാണ്. ഇന്ന് പാശ്ചാത്യ ജീവിത സങ്കല്പങ്ങളുടെ ഒരു സ്വാധീനം ലോകത്തെ മുഴുവൻ ഭരിച്ചിട്ടുണ്ട്. ആ വീക്ഷണം അനുസരിച്ചാണ് 2 ആൾക്കും ജോലി വേണം, 2 പേർക്കും ജോലി വേണം, ജോലിയുള്ള ആളെ തന്നെ വിവാഹം കഴിക്കണം, ഈ ബോധ്യമൊക്കെ വരുന്നു. അങ്ങനെ ആരെങ്കിലും സങ്കല്പിച്ചെങ്കിൽ അത് തെറ്റൊന്നുമല്ല, അതൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ അതുവഴി ഉണ്ടാകുന്ന 1-2 തിന്മകൾ പറയാം. ജോലി അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള മനുഷ്യശ്രമത്തിൽ വിവാഹിതരാകുന്ന ആളുകൾക്കൊരു ഭാരമായ ചില ഘടകങ്ങളുണ്ട്. അത് കുട്ടിയാണ്. ഒരു കുഞ്ഞിനെ പ്രസവിച്ച്
അതിനെ പാലൂട്ടി വളർത്തി 3-4 വയസ്സ് വരെ അതിൻ്റെ ഇഷ്ടങ്ങൾ സാധിച്ചു നിൽക്കുന്ന അമ്മ എന്ന സങ്കല്പം ഇന്ന് ഏതാണ്ട് അപ്രസക്തം. 4 കൊല്ലം കുഞ്ഞിനു വേണ്ടി കഷ്ടപ്പെടുക, അതിനെ ഗർഭം ധരിച്ച് അതിന് ജന്മം കൊടുക്കാൻ വേണ്ടി 10 മാസം ചിലവഴിക്കുക. ഒരു സ്ത്രീയുടെ 5 വർഷം പോയി എന്നാണ് അവരുടെ സങ്കല്പം. ഈ ബോധം മനുഷ്യനെ വല്ലാതെ ഭരിക്കുന്നു. ആ ചിന്ത മനുഷ്യനെ സ്വാധീനിക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്ത്? അതുകൊണ്ട് ദമ്പതികൾ ഒരുമിച്ച് ജീവിക്കുക, പിരിയുക, ആ സങ്കല്പമാണ് ഇന്ന് പാശ്ചാത്യർ പരീക്ഷിക്കുന്നത്. അവർക്കതിൽ പിണക്കമൊന്നുമില്ല. ഒരാൾ വിവാഹം കഴിച്ചിട്ട് വേറെ പിരിഞ്ഞിട്ട് നാളെ അവർ വഴിവെച്ച് കണ്ടാൽ ചായ കുടിച്ചേ പിരിയുള്ളൂ. നമ്മളുടെ കേസും വഴക്കമൊന്നുമില്ല, അടിയും പ്രശ്നമൊന്നുമില്ല. അവരങ്ങ് പിരിയുക. വേണേ ഒന്നുകൂടെ ചായ കുടിച്ച് എന്തുകൊണ്ടെന്നൊക്കെ ചോദിച്ച് പുതിയ ഹസ്ബൻഡിനെ പരിചയപ്പെട്ടിട്ടേ അവർ പോകുള്ളൂ. അയാൾക്കും വിഷയമൊന്നുമില്ല. ഒരുമിച്ച് ജീവിക്കുക, പിരിയുക. മനുഷ്യൻ്റെ ധാർമ്മിക ബോധവും മൂല്യവുമല്ല നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു വ്യത്യാസം. ഒരു കുഞ്ഞിനെ വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ പേടിക്കണ്ട. ദത്തെടുപ്പൊന്നുമല്ലാത്തൊരു പ്രക്രിയ. ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിൽ രൂപപ്പെട്ട ഭ്രൂണം ഒരു താക്കോൽ പഴുതി ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുക്കുക. 1-2 ആഴ്ച പ്രായമായ ഭ്രൂണം. ആ ഭ്രൂണം വീടിനുള്ളിൽ തന്നെ സജ്ജീകരിച്ച ഒരു ടംബ്ലറിനുള്ളിൽ വളർത്തുക. അതിനകത്ത് വളരുക ഒരു കുട്ടി. അമ്മയുടെ ഉദരത്തിലെ താപനില സജ്ജീകരിച്ച ലിക്വിഡുകൾ കൃത്രിമമായി സജ്ജീകരിക്കുക. ടെസ്റ്റ് ട്യൂബ് ശിശുക്കളുടെ പരിഷ്കരിച്ച രീതി. കുഞ്ഞതിനകത്ത് വളരുക. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തിരുന്ന് കൊണ്ട് കുഞ്ഞിനെ കാണാം. ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ എന്ന വണ്ണം സ്കാൻ ചെയ്യുമ്പോൾ കാണുന്ന ആ ചിത്രം എന്ന വണ്ണം ലൈവായി ഈ കുഞ്ഞിനെ കാണാം. അതിൻ്റെ മുഖവും കണ്ണുകളുമൊക്കെ തെളിഞ്ഞു വരിക, കൈകാലുകളൊക്കെ പരൽമീൻ പോലെ ചലിക്കുക. ഇതെല്ലാം കാഴ്ച കണ്ടുകൊണ്ടിരുന്ന് ജോലിയിൽ വ്യാപൃതനാകാം ഭാര്യയ്ക്കോ ഭർത്താവിനോ. പക്ഷേ ഈ കുഞ്ഞിൻ്റെ ചലനത്തിൽ ഒരു നേരിയ വ്യത്യാസം. ഉടനെ നമ്മളുടെ മൊബൈൽ വിവരം അറിയിച്ചു, സിഗ്നൽ തന്നു, എന്തോ കംപ്ലൈൻ്റ് ഉണ്ട്. നമ്മൾ ഡോക്ടറെ ബന്ധപ്പെട്ടു, ഫാമിലി ഡോക്ടറാണ്, അദ്ദേഹം പറഞ്ഞു വിഷമിക്കണ്ട, നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടി. അതേ സമയത്ത് എനിക്കും ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞു, ഒരു മെഡിക്കൽ ടീം അങ്ങോട്ട് യാത്രയായി കഴിഞ്ഞു, നിങ്ങൾ അതിന് വേണ്ട ക്രമീകരണം ചെയ്തുകൊള്ളുക. അവിടെ ചെന്നു ആ ചെറിയ കുട്ടിക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് അവിടെ തന്നെ ചെയ്യാം. അംഗവൈകല്യമുള്ള കുട്ടിയുടെ അതിന് കാരണമായ ജനിതക സംവിധാനങ്ങളെ മുഴുവൻ എടുത്തു മാറ്റാം. മന്ദബുദ്ധിയായി കുട്ടി പിറക്കുമെന്നൊരു തോന്നൽ വന്നാൽ ഗർഭസ്ഥാവസ്ഥയിൽ അതൊക്കെ നീക്കം ചെയ്യാം. ഒത്തിണങ്ങിയ ഒരു കുഞ്ഞിനെ വേണം അവർക്ക് കിട്ടാൻ. അങ്ങനെ നോക്കിയപ്പോൾ ഈ കുഞ്ഞിൻ്റെ രൂപവും ഭാവവും എല്ലാം രണ്ടുപേരും കൂടി കണ്ടു. കാണാമല്ലോ, ടംബ്ലറിൽ കിടക്കുക. അപ്പോൾ സഹോദരി പറഞ്ഞു, ഈ കുഞ്ഞിങ്ങനെ വളരുന്ന പോരാ, അവനെ നമുക്ക് നല്ല സുന്ദരനാക്കി മാറ്റണം. പറഞ്ഞു അവൾ പറഞ്ഞു, ഞാൻ തുറന്നു പറയാമല്ലോ, ഈ കുഞ്ഞ് നിങ്ങളുടെ കൂട്ടിരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. ആരെപ്പോലെ ഇരിക്കണം? അവൾ പറയുക, ഷാരൂഖ് ഖാൻ്റെ കൂട്ടിരിക്കണം. അങ്ങനെ പറഞ്ഞപ്പോൾ ഷാരൂഖ് ഖാൻ്റെ കൂട്ടി ഇവൻ ഇരുന്നിട്ട്, ബോധം നിൻ്റെ ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ രംഗം. അതുകൊണ്ട് നമുക്ക് ഇവൻ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ബുദ്ധി കൊടുക്കണം. കുഴപ്പമില്ല, പെണ്ണുങ്ങളെ വിടാൻ പാടുണ്ട്. അവൾ പറഞ്ഞു, അത് മാത്രം പോരാ, ഇവൻ മൈക്കിൾ ജാക്സനെ പോലെ നൃത്തം ചെയ്യണം. ഇതൊക്കെ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, അത് കുഴപ്പമൊന്നുമില്ല. ജാക്സൻ്റെ കാലുകളുടെ ചലനവേഗം, ആ നൃത്തവൈഭവം എന്തുകൊണ്ട്? യേശുദാസിൻ്റെ സംഗീത മാസ്മരികതയുടെ കാരണമെന്ത്? ഷാരൂഖ് ഖാൻ്റെ സൗന്ദര്യത്തിൻ്റെ പിന്നിലെ രഹസ്യമെന്ത്? ഇത് 99 ഒരു ഗവേഷണം വഴി ലോകം കണ്ടെത്തി. മനോരമയിൽ അന്ന് വന്ന വാർത്ത, മനുഷ്യൻ ചന്ദ്രനിക്കാല് കുത്തിയതിനേക്കാൾ ബഹിരാകാശം കീഴടക്കിയതിനേക്കാൾ വലിയ കണ്ടുപിടുത്തം. മനുഷ്യ ശരീരത്തിലെ 310 ജിനോം കോഡുകളുടെ രഹസ്യം വായിച്ചറിഞ്ഞു. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ബുദ്ധിവൈഭവത്തിൻ്റെ പിന്നിലെ രഹസ്യമെന്ത്? അപ്പോൾ ഒറ്റ കാര്യം, ഈ ജനിതക സംവിധാനം ഒരു ട്രാൻസ്പ്ലാന്റേഷൻ വഴി ഈ കൊച്ചുകുട്ടിയിൽ വച്ചു പിടിപ്പിക്കുക. മനസ്സിലായോ? അതിന് പേറ്റൻ്റ് കൊടുക്കണം അവർക്ക്, കമ്പനിക്ക്. ഇങ്ങനെയുള്ള ക്ലിനിക്കുകൾ ഇന്ന് സജീവമായി കൊണ്ടിരിക്കുന്നു. ഇനി പിറക്കാണ്ടിരിക്കുന്ന തലമുറ
മാതാപിതാക്കളുടെ സഹജ ഗുണങ്ങളുമായി ഒരു പൊരുത്തവുമില്ലാത്ത കുട്ടികളാകും ഇനി വരാനിരിക്കുന്നത്. പ്ലേറ്റോയും മറ്റുമൊക്കെ പണ്ട് ദർശിച്ച സൂപ്പർമാൻ എന്ന കാഴ്ചപ്പാടിലേക്ക് ലോകം പോവുകയാണ്. വലിയ ബുദ്ധിമാന്മാർ, വേദപുസ്തക ഭാഷ പറഞ്ഞാൽ അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാരുണ്ടായിരുന്നു, ഇവരായിരുന്നു പുരാതന ലോകത്തിലെ കീർത്തിപ്പെട്ട മനുഷ്യരെന്ന് പറയും പോലെ മനുഷ്യൻ എന്താണ് ഇനി ചെയ്യാൻ പോകുന്ന അറിയില്ല. മനുഷ്യൻ്റെ ചിന്താഗതികൾ മുഴുവൻ കൊണ്ട് മാറ്റം വന്നാൽ രാക്ഷസന്മാരെ പോലും ഈ വിധത്തിൽ സൃഷ്ടിക്കാൻ കഴിയും വിധം ലോകത്തിൻ്റെ ധാർമ്മിക അധപ്പതനം. ഇങ്ങനെ പിന്നെയുമുണ്ട് അധാർമികമായ ചില ഘടകങ്ങൾ ഇതിനകത്തുണ്ട്. അത് നമുക്കൊരു ഇൻ ക്യാമറ ടോക്കിന് മാത്രമേ പറ്റുള്ളൂ. ഞാനതുകൊണ്ട് ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. അധർമ്മത്തിൻ്റെയും തിന്മയുടെയും വൃത്തിഹീനതയുടെയും ഒരു കേളിരംഗമായി മാറിക്കൊണ്ട് ഈ പട്ടണം മലീമസമാകുന്ന കാഴ്ചയാണ് വേദപുസ്തകം വിവക്ഷിക്കുന്നത്. അങ്ങനെ ഏഫയിലെ സ്ത്രീ ഇതാ കച്ചവടം ചെയ്ത് വ്യാപാരം പെരുപ്പിച്ച് ഒരു മണ്ഡലം മുഴുവൻ കാൽക്കീഴാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ വാണിജ്യ നഗരമായി, വ്യവസായ നഗരമായി, എല്ലാത്തരം ഉൽപ്പന്നങ്ങളും വിറ്റഴിക്കുന്ന വിപണിയായി മാറുമ്പോൾ ഒരു സമാന്തര അധോലോകം അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകും. അങ്ങനെ ലോക വിപണി അവർ കീഴടക്കും. കേട്ടല്ലോ? അതിൻ്റെ ചില സാധ്യതകൾ കൂടി ഞാൻ പറയാം. 2010 ജനുവരി 1 or 2 എന്നെനിക്ക് ഓർമ്മയില്ല, ആ 2 ദിവസത്തിൽ ഏതോ ഒന്നാണ്. ഞാനതിനു മുമ്പ് കണ്ണൂരിലെ ചെമ്പേരി എന്ന സ്ഥലത്ത് 2 രാത്രികൾ ദൈവവചനം പ്രസംഗിച്ചു. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ കൺവെൻഷനാണ്. അതിൽ ഈ സംഭവങ്ങളൊക്കെ മറ്റൊരു രൂപത്തിലാണ് സംസാരിച്ച്. ഇത്രയും ഡെവലപ്പായിട്ടില്ല വസ്തുതകൾ. അപ്പോൾ ഞാനതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അന്ന് നമ്മുടെ രാജ്യത്ത് കേരളത്തിൽ ഒരു എക്സ്പ്രസ് ഹൈവേ കുറിച്ചുള്ള ചർച്ച വരിക. ആ റോഡ് വെട്ടരുതെന്നും വെട്ടണമെന്നും 2 വാദം. ഞാനതേക്കുറിച്ച് പറഞ്ഞു, താമസം പിന്നെ അത്തരം റോഡുകൾ ലോകത്തെല്ലായിടത്തും വരും. എൻ്റെ കാരണം എന്താ? ഇതുവഴിയൊക്കെ പോകുന്ന റോഡുകൾ നമ്മൾ കണ്ടു. ഈ റോഡുകൾ ഇൻ്റർനാഷണലാണ് ഇനി വരുന്ന റോഡുകൾ. അത് നമ്മുടെ ഇന്ത്യ കൊണ്ട് ഒതുങ്ങില്ല, രാജ്യാന്തര റോഡുകളാണ്. അവ രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡുകൾ. ഈ റോഡുകളില്ലാതെ പറ്റില്ല. കാരണം ഉൽപ്പന്നങ്ങൾ വിൽക്കാനും വാങ്ങാനും റോഡുകൾ വേണം. അതിന് വ്യോമഗതാഗതം തന്നെ പോരാ, വഴി റോഡ് വേണം. അങ്ങനെ കേരളത്തിൻ്റെ ഒരറ്റത്തു നിന്ന് ആരംഭിക്കുന്ന റോഡ് കർണാടക വരെ എത്തിയാൽ അത് സ്റ്റേറ്റ് ഹൈവേ ആവും. അടുത്ത സ്റ്റേറ്റിലേക്ക് ഇൻ്റർ സ്റ്റേറ്റ് ഹൈവേ ആകും. അതുപോരാ, നമുക്ക് രാജ്യാന്തര പാതകൾ വേണം. അത് മഹാരാഷ്ട്ര വഴി മുംബൈയൊക്കെ കടന്ന് നേരെ പോവാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പാത ചെന്നെത്തുന്ന സ്ഥലം നോക്കണം. അത് ചെന്ന് എത്തി നിൽക്കുന്ന മുനമ്പം കാശ്മീരാണ്. ഈ റോഡുകളൊക്കെ അങ്ങനെയല്ലേ പോകുന്നത്? തിരികെ നമ്മുടെ ലാഹോറും പാകിസ്ഥാനെയൊക്കെ ബന്ധിപ്പിക്കുന്ന, ബംഗ്ലാദേശിനെയൊക്കെ ബന്ധിപ്പിക്കുന്ന പാതകൾ നമ്മുടെ നാട്ടിൽ കൂടെ ഒക്കെ പോകുന്നുണ്ട്. ലോകത്തിലെ തന്നെ അതിവേഗ കോറിഡോറുകളാണ് ഇവ വരാൻ പോകുന്ന ലോകത്ത്. അപ്പോൾ നമ്മളിപ്പോൾ വെട്ടിയ റോഡ് എവിടെ ചെന്നു? കാശ്മീർ അറ്റത്ത്. കാശ്മീർ മുനമ്പം കടന്നാൽ അടുത്ത രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാൻ കഴിഞ്ഞാൽ ആ വഴി നേരെ പോയാൽ ചെല്ലുന്നത് താജിക്കിസ്ഥാനാണ്. അവിടുന്ന് അങ്ങോട്ട് പോയി മിഡിൽ ഈസ്റ്റ് വഴി തന്നെ യാത്ര ചെയ്താൽ ഈ റോഡ് ചെല്ലുന്ന പ്രധാന സ്ഥലം നോക്കണം, ഇറാഖ്. മനസ്സിലായോ? ഞാനിത് അന്ന് പ്രസംഗിച്ച അന്ന് അവിടെ റോഡിനെക്കുറിച്ചുള്ള സങ്കല്പമൊന്നുമില്ല. വല്ലാത്ത പ്രശ്നങ്ങൾ നടക്കുന്ന കാലമാണ്. ഞാനത് പറഞ്ഞു 2010 ജാനുവരി 2 or 1 ഓർമ്മയില്ല. ഞാൻ രാവിലെ ഉണരുമ്പോൾ ഒരു കർത്താവിൻ്റെ ദാസൻ എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ, കഴിഞ്ഞ രാത്രി ഞങ്ങൾ ആ CD കാണുമായിരുന്നു. ഇന്നത്തെ മനോരമ പത്രം വായിക്കണം, ഒരത്ഭുതം കാണാം. നിങ്ങൾ പറഞ്ഞ കാര്യം റോഡിനെക്കുറിച്ച് നോക്കുമ്പോൾ എന്താ, ഇന്ത്യയുടെയും ചൈനയുടെയും അതിർത്തിയിൽ ചൈന ഒറ്റ രാത്രി കൊണ്ട് കുറേ ആളുകളെ വിന്യസിച്ചു. ബുൾഡോസറുകൾ ഇറക്കി, അവിടെ JCBകൾ നിരത്തി, ടിപ്പറുകൾ നിരത്തി, അതിവേഗത്തിൽ ചില ജോലികൾ ചെയ്യുക. അപ്പോൾ അത് നമ്മൾ ഭയന്നു, എന്താ ഇവർ ചെയ്യുന്നത്? കാരണം അതിർത്തിയിലാണ് ഈ പണി. അന്ന് നമ്മുടെ രാജ്യരക്ഷാമന്ത്രി ആൻ്റണി സാറാണ്. അദ്ദേഹം അവർ നോക്കിയിട്ട് പറഞ്ഞു, ക്രൂരവും പൈശാചിയായിപ്പോയി നിങ്ങൾ ഈ കാണിക്കുന്നു. തീർന്നു. അപ്പോൾ അവർ പറഞ്ഞു, എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ അതിര് മാന്തുക. ആകട്ടെ അവർ പറഞ്ഞു, ഞങ്ങൾ അതിര് മാന്തുകയല്ല, പിന്നെ എന്താണെന്നറിയണ്ടേ, കരമാർഗം
24 മണിക്കൂർ കൊണ്ട് ഇറാഖിലെത്താൻ ഒരു റോഡ് കിട്ടുകയാണ്. ഇങ്ങനെ ഈ റോഡ്, ആ റോഡിലേക്ക് നമ്മൾ കൊണ്ടുവന്ന റോഡ് മുട്ടിയാൽ ടോൾ പിരിവൊക്കെ നടത്തി അങ്ങനെ ആയിരിക്കും പോകുന്നതെന്ന് കുട്ടിക്കൂ. പക്ഷേ ഹൈവേ വർദ്ധിക്കുകയാണ്. എന്തിനാ? മുമ്പേ സൂചിപ്പിച്ച തരം ഉൽപ്പന്നങ്ങൾ നമ്മുടെ വീട്ടിലും നാട്ടിലും എത്തണമെങ്കിൽ റോഡ് വരണം. ലോകത്തിൻ്റെ എല്ലായിടങ്ങളിലേക്കും പെട്ടെന്നെത്താൻ കഴിയും വിധം വ്യോമഗതാഗതം, കരമാർഗമുള്ള യാത്ര, ഇതിനെല്ലാം കഴിയും വിധം ലോകത്തെ മുഴുവൻ ബന്ധിപ്പിക്കുന്ന ഭാഗമായി ഇറാഖ് പട്ടണം മാറുന്നു. 150-200 കിലോമീറ്ററിനുള്ളിൽ പുതിയ പുതിയ വിമാനത്താവളങ്ങൾ വരുന്നു. ഇത് വിളിച്ചറിയിക്കുന്ന കാര്യം ഒരു ലോക വിപണി സജ്ജമാകുന്നു. സ്തോത്രം. പിന്നെ ഒത്തിരി തെളിവുകൾ വേറെ ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പം നമുക്ക് അങ്ങോട്ടൊന്നും ഇപ്പോൾ പോകാൻ നേരമില്ല. നാളെ രാത്രി കൊണ്ട് ഏകദേശമൊക്കെ തീർക്കേണ്ടതാണ്. എൻ്റെ പക്കൽ 2 സെക്ഷൻ കൂടിയാണ് ഇനിയുള്ളത്. അത് 1.5-3 മണിക്കൂർ കൊണ്ട് നമുക്ക് ഏകദേശമൊക്കെ പറഞ്ഞെത്തിക്കാനായിട്ട് സാധിക്കും. ബൈബിളിലൂടെയും കടന്നു വരണം. ഇന്ന് രാത്രി പിരിയുമ്പോൾ ദൈവമക്കളെ ഓർക്ക്, ഇത്തരം ഒരു വിപണിയെ നശിപ്പിക്കാൻ ദൈവത്തിന് വേണ്ടി വന്നത് 1 മണിക്കൂർ. നശിക്കുന്ന രംഗം ഒന്നുകൂടി വായിക്കാം. 18-21 മുതൽ വീണ്ടും വായിക്കാം. ആ ആ ആ ആ പിന്നെ ആ ആ ആ അല്ലയോ ബാബിലോണേ, എൻ്റർടൈൻമെൻറ്റ് സെൻറ്റേഴ്സ്, ഒപ്പേറകൾ, തിയേറ്ററുകൾ, ആകർഷണീയമായി മനുഷ്യന് തോന്നുന്ന സംവിധാനങ്ങൾ ആ രാജ്യത്ത് അപ്രസക്തമാകും ന്യായവിധി വന്നു കഴിയുമ്പോൾ. ഒരു രാജ്യത്തിലെ നിശബ്ദമായ വരുമാനമാണ് ടൂറിസം. മിക്ക രാജ്യങ്ങളും, ഇന്ത്യ പോലും കേരളം പോലുള്ള സ്ഥലങ്ങളൊക്കെ പിടിച്ചു നിൽക്കുന്ന ടൂറിസമാണ്. ആ ടൂറിസം അപ്രസക്തമാകും. കാരണം കുഴലൂത്തുകാരവിടെ ഇല്ല, വീണ വിട്ടുന്നവരോ വാദ്യക്കാരോ ഇല്ല. അത്തരം സംവിധാനങ്ങൾ, കലാപരമായ സാംസ്കാരികമായ അഭിവൃദ്ധികൾ മുഴുവൻ നഷ്ടപ്പെട്ട് അത് ആസ്വദിക്കാൻ മനുഷ്യന് കഴിവില്ലാതാകും വിധം ന്യായവിധി ശക്തമാകും. മനസ്സിലാകുമോ? ഒരു നഗരം തീ പിടിക്കുമ്പോൾ തിയേറ്ററിൽ കയറിയിരുന്നാലും പടം കാണുകയാണോ? ബാറിൽ കയറിയിരുന്ന് കുടിക്കുമോ? കുടിച്ചുകൊണ്ടിരിക്കുന്നവനത് തുടരും. കാരണം അവന് ബോധമില്ലല്ലോ. ഉണ്ടോ? അവനത് തുടരും. പുതുതായിട്ട് ആരും കയറുമോ? പരിഭ്രാന്തി. അങ്ങനെ കലാമൂല്യങ്ങളുള്ള പരിപാടികൾ നഷ്ടമാകും. പിന്നെ എഞ്ചിനീയേഴ്സിന്, വലിയ കൺസ്ട്രക്ഷൻ കമ്പനികൾക്ക് താല്പര്യമുണ്ടായിരുന്നു ആ നഗരത്തിൽ മുതലിറക്കാൻ. അവിടേക്കിനി ആരും പോകാത്ത വിധം വഴികൾ മുഴുവൻ അടയും. സാഹചര്യം എതിരാകും. യാതൊരു ശില്പിയെയും നിന്നിലിനി കാണുകയില്ല. പിന്നെ യന്ത്രശാലകൾ അടച്ചുപൂട്ടിക്കൊണ്ട് അതിൻ്റെ ആ മർമ്മര ശബ്ദങ്ങൾ, അതിൻ്റെ ഗാംഭീര്യമുള്ള ശബ്ദങ്ങൾ കൊണ്ട് മുഖരിതമായ ആ മേഖലകളാകെ സ്തംഭിക്കും. അവിടെ തിരികല്ലിൻ്റെ ശബ്ദം ഇനി കേൾക്കയില്ല. പിന്നെ വൈദ്യുത ദീപങ്ങൾ സ്തംഭിച്ചുകൊണ്ട് വെളിച്ചം കിട്ടാനാവാത്ത അവസ്ഥയിൽ മഹാനഗരം ഉറങ്ങിക്കിടക്കുന്ന ദയനീയ കാഴ്ചയ്ക്ക് ലോകം സാക്ഷ്യം വഹിക്കും. പിന്നെ ഹണിമൂൺ ട്രിപ്പുകൾ, മറ്റ് ആഡംബര യാത്രകൾ, ടൂറിസം, ആ മേഖലകൾ സ്തംഭിക്കും. ആകർഷണീയത നഷ്ടപ്പെടുന്ന ഒരു നഗരമായി അത് മാറും. പിന്നെ VIP മാത്രം വന്നിറങ്ങുന്ന ആ മനോഹര സ്ഥലം, മഹത്തുക്കൾക്ക് മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന ഇടം, മഹാരഥന്മാർക്ക് മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന ആ ഇടം, കോടീശ്വരന്മാർക്ക് മാത്രം ജീവിക്കാൻ പറ്റിയ ആ ഇടം ശൂന്യമായി പോകും. പിന്നെ ലോകം മുഴുവൻ ഈ നഗരത്തെ അനുകരിക്കാൻ ശ്രമിച്ചു. അത്തരം മാളുകൾ നിർമ്മിച്ചുകൊണ്ട് അതിൻ്റെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ശ്രമിച്ചു. നിന്റെ ക്ഷുദ്രത്താൽ മുഴു ലോകവും സ്വാധീനിക്കപ്പെട്ടു. പിന്നെ എല്ലാത്തരം തിന്മകളും കൊലപാതകങ്ങൾക്കും ഹേതുവായത് ഈ നഗരത്തിലെ കിടമത്സരമാണ്. അധോലോകത്തിൻ്റെ ആ സ്വാധീനം അവിടെയാണ്. വിശുദ്ധന്മാരാണ് അതിനെതിരെ നിലകൊണ്ടതും പ്രസംഗിച്ചതും. അവരൊക്കെ വധിക്കപ്പെടേണ്ടി വന്നു, ആക്രമിക്കപ്പെടേണ്ടി വന്നു. അതുകൊണ്ട് മഹാനഗരമേ, നിന്റെ ന്യായവിധി 1 മണിക്കൂർ കൊണ്ടുവന്നല്ലോ. അവളുടെ പുക ആകാശത്തോളം പൊങ്ങുന്ന കാഴ്ച ലോകം കണ്ടു. ദയനീയമായി ആ നഗരം തകരുന്ന കാഴ്ച കണ്ടു. വികാസം പ്രാപിച്ചിട്ട് അത് തകരുമെന്നാണ് ഈ പറയപ്പെട്ടതിൻ്റെ രത്നച്ചുരുക്കം. ഇപ്പം മനസ്സിലായല്ലോ? അപ്പം നമ്മൾ പറഞ്ഞു വച്ച ആ വിഷയത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? അപ്പോൾ ചർച്ച എവിടെയായിരിക്കും? ഇതാണ് നമ്മുടെ
ഉള്ളിൻ്റെ ഉള്ളിൽ ഉരുത്തിരിയുന്ന ഒരു ചോദ്യം. 2-3 മിനിറ്റ് അങ്ങോട്ട് പോയാലോ? സന്തോഷമാണോ? അതാണ് നമ്മുടെ വിഷയത്തിലേക്ക് എത്തിയതാണ്. ആരായിരിക്കും ഇതിൻ്റെയൊക്കെ പിന്നിലെ ആ ബുദ്ധികേന്ദ്രങ്ങൾ? എങ്ങനെയാകും അത് സംജാതമാകുക? ഞാൻ 1-ാം ദിവസം വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു മുഖവുര പറഞ്ഞു. നമ്മൾ വാസ്തവത്തിൽ ഇപ്പോൾ എത്തിയത് മറ്റൊരു വഴിക്കാണ്. ദാനിയേൽ പ്രവചനം വഴി വന്ന് ഇവ തമ്മിൽ ഒന്ന് യോജിപ്പിച്ചു. ഇനി നമുക്ക് നേരെ വെളിപ്പാടിലേക്ക് കടക്കാം. ഓക്കെ, നമുക്ക് ആ അധ്യായങ്ങളുടെ ഒരു മുഖവുര ഞാൻ പറഞ്ഞിരുന്നോ? പറഞ്ഞു. പുതിയ ആളുകൾക്ക് വേണ്ടി ഒന്നുകൂടി പറയുകയാണ്. അപ്പോൾ അത് എഴുതിയെടുക്കുന്നവർക്ക് എഴുതിയെടുക്കാം, മനസ്സിൽ സൂക്ഷിക്കുന്നവർക്ക് അതിനും വിരോധമില്ല. ഞാൻ പറഞ്ഞു വിടുന്നു. 22 അധ്യായമുള്ള വെളിപ്പാട് പുസ്തകം കൈകാര്യം ചെയ്യുന്നത് ദൈവത്തിൻ്റെ സഭയുടെ ഉൾപ്രാവണമാണ്, എടുക്കപ്പെടലാണ്, റാപ്ചർ ഓഫ് ദി ചേർച്ചാണ്. ദെൻ അത് കൈകാര്യം ചെയ്യുന്നത് ദൈവമക്കളുടെ വാസസ്ഥാനമായ വിശ്രാമമായ പുതിയ യെരുശലേമിലേക്ക് സഭയെ എത്തിക്കുന്ന പ്രക്രിയയാണ്. സഭ കൂടാതെ നിത്യതയിൽ 3 വിധ പൗരത്വം ഉണ്ടാകും. സഭ കൂടാതെ 2 സഭയുണ്ട്, യഹൂദ സമൂഹമുണ്ട്, സകല ജാതികളിൽ നിന്നും യേശുവിനെ കണ്ടെത്തിയ ഒരു സമൂഹമുണ്ട്. സഭയല്ലാത്ത അതാരാണ്? മഹാപീഡന കാലത്ത് രക്ഷാനുഭവം പ്രാപിച്ചു വരുന്ന ഒരു കമ്മ്യൂണിറ്റി. അവർക്ക് സഭയുടെ അംഗീകാരങ്ങളോ അധികാരങ്ങളോ പരിഗണനകളോ ഇല്ല. പകൽ ഞങ്ങൾ ചർച്ച ചെയ്ത ഒരു വിഷയം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വരാം. ഒരു പക്ഷേ അത് പറയാനാകും ഈ ഘട്ടം ഏറ്റവും ഉപയുക്തമായിട്ടുള്ളത്. ശ്രദ്ധിക്കണം. വചനം പറയാണ്, യോഹന്നാനെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു, കർത്താവ് പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയ മനുഷ്യൻ ആരാ? യോഹന്നാൻ. നമുക്കാർക്കും തർക്കമില്ല. ആർക്കും അങ്ങനെ തർക്കമുണ്ടോ? ആ പുള്ളിയല്ല ഞാനാന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ആലിവിടെ ഉണ്ടോ? വലിപ്പമായിരിക്കും നമ്മൾ ഉദ്ദേശിച്ചത്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും ഗ്രേറ്റ് മാൻ, മഹാൻ, അതാരാ? യോഹന്നാൻ. യേശുവാ പറഞ്ഞ, ഞാൻ അപ്പുറത്ത് ഒരുത്തനും പറഞ്ഞ ഇവിടെ അംഗീകരിക്കില്ല. അതാ കാര്യം. ഇനിയിപ്പോൾ ഒരാൾ സ്വന്തമായിട്ട് പറയാം ഞാനാണ് ഈ മഹാൻ എന്ന് പറഞ്ഞാൽ പറയാവുന്നേ ഉള്ളൂ. ഇനി അയക്കുമെന്ന് പറയാനേ നമുക്ക് പറ്റുള്ളൂ. ഞാൻ തന്നെ ഇടയ്ക്ക് ഒരനുഭവം ഉണ്ടായത് പറയാം. നമ്മൾ പറഞ്ഞോന്നറിയില്ല. ഞാൻ ഒരു ദിവസം നേരം വെളുത്ത് വരികയും അവൻ്റെ മോളുണ്ട്, പപ്പ ഒരു അങ്കിള് കാണാൻ നിൽക്കുന്നു. ഞാനൊക്കെ ചെന്നപ്പോൾ ഒരു മനുഷ്യൻ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, എന്നാ സ്തംഭിച്ച് നിൽക്കുന്നതെന്ന് ചോദിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ചു, നമ്മുടെ വീട്ടിൽ നമ്മോട് ചോദിക്കുക സ്തംഭിച്ച് നിൽക്കുന്നത് എന്നാ? ഞാൻ പറഞ്ഞു, ഓ വേറൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ സ്തംഭിച്ച് പോയതാ. എന്താ പറഞ്ഞാൽ? ഒരു കൈ ഉയർത്തി കാണിട്ട് ചോദിച്ചു, എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു. കയ്യിലെ കണ്ട് മുള്ളുകൊണ്ടൊരു പാടുണ്ട്, ഇതിങ്ങനെ കാണിച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞില്ല. അടുത്ത കൈയും പൊക്കി കാണിച്ചു, അവിടെയുണ്ടൊരു മുറിവ്, മനസ്സിലായോ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ നിൻ്റെ വീണ്ടെടുപ്പുകാരനാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ എനിക്ക് ആളിനെ മനസ്സിലായി. ഇപ്പം ഞാൻ എന്നോട് ചോദിച്ചു, ഇപ്പം പിടി കിട്ടിയോ? ഞാൻ പറഞ്ഞു മനസ്സിലായി എന്ന് പറഞ്ഞു. നമ്മൾ അവൻ്റെ അടുത്ത് തിയോളജി പറയാൻ പോയാൽ കാര്യം നടക്കുകയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? ഞാൻ പറഞ്ഞു എനിക്ക് ആദ്യം ഒരു ഇച്ചിരി ആശങ്ക വന്നു, പക്ഷേ സംസാരിച്ച് തുടങ്ങിയപ്പോഴേക്ക് എനിക്ക് ആളിനെ മനസ്സിലായി എന്ന് പറഞ്ഞു. എല്ലാവർക്കും എന്നെ മനസ്സിലായില്ല, അതാ ഈ നാടിൻ്റെ മുഴുവൻ തകർച്ചയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എനിക്കത് മനസ്സിലായി, എൻ്റെ ഒരു വിജയം അതാന്ന് പറഞ്ഞു. അപ്പോൾ ഈ മക്കളും ഭാര്യ ഇങ്ങനെ കേട്ടു നോക്കിയാൽ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ മോക്ക് പിടിയിട്ട് അവൾ മാറി നിന്ന് ചിരിക്കാൻ തുടങ്ങി. അങ്ങോട്ട് മാറി നിന്നിരിക്കാൻ ഞാൻ കണ്ണടച്ച് കാണിച്ചു, പാടില്ല. ഞാൻ ചോദിച്ചു, അങ്ങേക്ക് എന്താ വേണ്ടത് ചോദിച്ചു. പുള്ളി കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാനൊരു ചായ കൊടുത്തു. കൂട്ടരനോട് പറഞ്ഞു, ഞാൻ പോയതുപോലെ വീണ്ടും വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ ആകട്ടെ. ഇവിടെ കുറേ നേരം സംസാരിക്കാനുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഈ മഹാസത്യം ലോകം മുഴുവൻ അറിയട്ടെ, അങ്ങ് പെട്ടെന്ന് പോയാട്ടെന്ന് പറഞ്ഞു. ഞാനേതായാലും വിശ്വസിച്ചല്ലോ, അംഗീകരിച്ചല്ലോ. ഇനി ഇങ്ങനെയൊക്കെ ചില ജന്മങ്ങളുണ്ട്. ഇപ്പോൾ എന്തോ ചെയ്യും നമ്മൾ? അപ്പോൾ അവരോട് നമ്മൾ പോയിട്ട് അങ്ങനല്ല. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയും, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവനോട് അതൊന്നും പറയരുത്, ബോധമെല്ലാം മറിഞ്ഞു കിടക്കുക. മാത്രമല്ല പുള്ളി മഹാനാകുന്നതിൽ എനിക്ക് വിരോധം വല്ലതും ഉണ്ടോ? ഇങ്ങനെ ആരെങ്കിലും ഒരാൾ മഹാനാകാൻ ആഗ്രഹിച്ചാൽ നമുക്കെന്താ വിരോധം? ഈ തിരുവല്ലയിലൊക്കെ ഉണ്ട് ഒത്തിരി പേര് അങ്ങനെ സ്വയം മഹാനായിട്ട് ആഗ്രഹിച്ച് പോയ പോക്കുമൊക്കെ നമുക്കറിയാം. പാസ്സാണോ അതുമല്ല, അച്ഛനാണോ അതുമല്ല, പാച്ചനാണെന്ന് പറയുന്ന വിധത്തിൽ പൊളിഞ്ഞു പോയ എത്ര ആളുകളെ നമ്മൾ നേരിട്ട് കാണുക. പാസ്റ്ററും അല്ല, അച്ഛനും അല്ല, പിന്നെ ആരാ? പാച്ചൻ. ഇതൊക്കെ കണ്ട് ജീവിച്ച നമുക്ക് ഇതുവല്ല ഒരു പുതുമയാണോ? ഇങ്ങനെ 10 പേര് പോയാലും നമുക്ക് പേടി വരുമോ? നമ്മൾ മൈൻഡ് ചെയ്യരുത്, പോക്കട്ട്. അപ്പോൾ തിരിച്ചു വരാം, നമ്മുടെ വിഷയത്തിൽ വരണം. മനസ്സിലാക്കിക്കോ. അപ്പോൾ യോഹന്നാൻ ആരാ? സ്ത്രീകൾ ജനിച്ചവരിൽ ഏറ്റവും വലിയ മനുഷ്യൻ. അടുത്ത വാക്യം നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്, സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ ആരാ? യോഹന്നാനേക്കാൾ
വലിയവൻ. അപ്പോൾ അടുത്ത ചോദ്യത്തിന് നിങ്ങൾ മറുപടി വരണം. അങ്ങനെയെങ്കിൽ യോഹന്നാൻ സ്വർഗരാജ്യത്തിൽ ഉണ്ടോ? ഉണ്ടോ? ഏറ്റവും ചെറിയ ആൾ നമ്മുടെ പോൾ പാസ്സാന്ന് കൂട്ടിക്കൂ. പുള്ളിക്കൊരു വിഷമം വരും. തൽക്കാലത്തേക്കൊരു ഉദാഹരണം പറഞ്ഞാൽ, സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയ ആളാരാ? പുള്ളിക്കാരനെ വേണ്ട, ഞാൻ എന്നെ തന്നെ അങ്ങാക്കി. എൻ്റെ താഴ്മ കൊണ്ടല്ല, ആ സഹോദരിക്ക് ഇഷ്ടപ്പെടുന്നില്ല കൊണ്ടാ. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയ ആളാരാ? ഞാനാ. എനിക്കില്ല സന്തോഷമേ ഉള്ളൂ. കാരണം യോഹന്നാൻ പോലും എൻ്റെ താഴെയാണെങ്കിൽ പിന്നെ എനിക്ക് വിഷമിക്കണോ? ഇല്ല. അപ്പം ഞാൻ പറയാം, ഏറ്റവും ചെറിയ ആൾ ഞാനാണെങ്കിൽ പിന്നെ ഇനി ഒരാൾക്ക് സീറ്റുണ്ടോ? എന്നെ ഏതായാലും ചെറുതാക്കി ഞാൻ ഇവിടെ ഇരിക്കുക. യോഹന്നാൻ വന്നാൽ ഇവിടെ ഇരുത്തില്ല. കാരണം എന്താ? ഞാൻ നിങ്ങളെക്കാൾ വലിയ ആളാണ്. അപ്പോൾ യോഹന്നാൻ സ്വർഗരാജ്യത്തിലുണ്ടോ? പറഞ്ഞാട്ട് ധൈര്യമായിട്ട് പറഞ്ഞു, സ്വർഗരാജ്യത്തിൽ യോഹന്നാൻ ഇല്ല. ദൈവത്തിന് വേണ്ടി നിലകൊണ്ട യേശുവിൻ്റെ മുന്നോടിയായ തലവോ യോഹന്നാൻ അവിടെ ഇല്ലേ? പിന്നെ എവിടെ പോകും? നരകത്തിലോ? ഇല്ല. യോഹന്നാൻ നരകത്തിലുമല്ല, സ്വർഗരാജ്യത്തിലുമല്ല. അതവിടെ നിൽക്കട്ടെ. ഇപ്പം എന്താണ് ഈ സ്വർഗരാജ്യം? സ്വർഗരാജ്യം മണവാളനെതിരേൽക്കാൻ വിലക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരുടെ സദൃശ്യം. അപ്പോൾ കന്യകമാരാരാ? സഭയല്ലേ? മണവാളനാരാ? അപ്പം ബഹുഭാര്യത്വമാണോ? മണവാട്ടി ഒരാൾ പോരായിരുന്നോ? ഇതിനെ 5 പേര്? സംശയമായോ? സംശയത്തിൻ്റെ അർത്ഥം നിങ്ങൾ പഠിച്ചു തുടങ്ങിയെന്നാണ്. അപ്പോൾ അതൊന്ന് പറയാം, എന്നിട്ട് പോയാൽ മതി. 2-3 മിനിറ്റ് ശ്രദ്ധിച്ച് ആദ്യം മനസ്സിലാക്കുക. തിരുവെടുത്ത് സ്വർഗരാജ്യം എന്ന് പറഞ്ഞത് സ്വർഗത്തെക്കുറിച്ചല്ല. പിന്നെ എന്തിനെക്കുറിച്ചാ? നിന്റെ രാജ്യം വരണമേ എന്ന് പറഞ്ഞത് സ്വർഗം വരണമേ എന്നല്ല. എന്താ കാര്യം? കർത്താവ് പഠിപ്പിച്ചു, സ്വർഗരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, പരിശുദ്ധാത്മാവിൽ സന്തോഷം, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം. അങ്ങനെയെങ്കിൽ 12 ശിഷ്യന്മാരെ നീക്കി യേശു പറഞ്ഞു, സ്വർഗരാജ്യം ശക്തിയോടെ വരുവോളം മരണം ആസ്വദിക്കാത്തവർ നിങ്ങൾക്കിടയിലുണ്ട്. ഈ സ്വർഗം ഇതുവരെ വന്നിട്ടുമില്ല. അവരെല്ലാം കേട്ട് മരിച്ചും പോയി. അതൊരു പ്രശ്നമല്ലേ? ഒരു പ്രശ്നമില്ല, പറയാം. സ്വർഗരാജ്യം അഥവാ ദൈവരാജ്യം എന്ന് യേശു പഠിപ്പിച്ചിട്ട് എന്തല്ല എന്ന് പറഞ്ഞു? ഭക്ഷണമല്ല, പാനീയം അല്ല. പക്ഷെ ഞാൻ പരിചയപ്പെട്ട സ്വർഗത്തിൽ ഭക്ഷണമുണ്ട്, പാനീയമുണ്ട്. എന്താ കാര്യം? ജയിക്കുന്നവനു ഞാൻ മറഞ്ഞിരിക്കുന്ന മന, ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കുന്നു. കാണാൻ കൊടുക്കല്ല, തിന്മാൻ കൊടുക്കും. കുഞ്ഞാടവരെ മേയിച്ച് ജീവജലത്തിൻ്റെ ഉറവകളിലേക്ക് കൊണ്ടുപോകും. അവിടെ കുടിക്കാൻ വെള്ളമുണ്ട്, കഴിക്കാൻ ഭക്ഷണമുണ്ട്. ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവം എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിലെ ഇനിയുള്ളൂ. ഭക്ഷണമുണ്ട് അവിടെ. ഫാസിങ്ങാന്നോർത്ത് ആരും വരേണ്ട സ്വർഗത്തിലോട്ട്. ഇതെല്ലാം ഉണ്ട് അവിടെ. പക്ഷെ സ്വർഗരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല. അപ്പം വേറെ എന്തോ ഒരിടമുണ്ടല്ലോ. അതാ വരണമേ വരണമേ എന്ന് പ്രാർത്ഥിച്ചല്ലോ. എന്തല്ലെന്ന് പറഞ്ഞ കർത്താവ് എന്താണെന്ന് പഠിപ്പിച്ചു. സ്വർഗരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, പിന്നെ നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമുള്ള ആ സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് പറഞ്ഞു. നമ്മുടെ ഇടയിലുള്ളതും നീതിയും സമാധാനവും സന്തോഷമുള്ളതായ ഭൂമിയിലെ സ്വർഗരാജ്യത്തിൻ്റെ പേര് ദൈവത്തിൻ്റെ സഭ എന്നാകുന്നു. വേറൊന്നും അല്ലത്, ദൈവത്തിൻ്റെ സഭയാണ്. പിടികിട്ടിയോ? അവിടെ നീതിയുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. അപ്പോൾ ചിലർക്ക് തോന്നുക, ഞങ്ങളുടെ ഇന്ന് സഭയിൽ അതില്ലല്ലോ, അത് ഞാനാണോ ഉത്തരവാദി? എന്നെ ഇങ്ങനെ തുറിച്ച് നോക്കാൻ? നിങ്ങൾ എന്നെ അങ്ങനെ നശിപ്പിച്ച് നോക്കിയിട്ട് ഒരു കാര്യമില്ല. പിടികിട്ടിയോ? ആരാ നശിപ്പിച്ചതെന്ന് നിങ്ങളങ്ങ് ഓർത്താൽ മതി. നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷമുള്ള ഭൂമിയിലെ ദൈവരാജ്യം ഏതാണ്? ദൈവത്തിൻ്റെ സഭ. അപ്പോസ്തലപ്രവൃത്തി 2 അത് ശക്തിയൊടിഞ്ഞു വന്നു. അതിങ്ങോട്ട് വരുമ്പോൾ 12 അപ്പോസ്തലന്മാരിൽ 11 പേരും അതിനകത്ത് കയറി. കയറാതെ പോയി ഉള്ളാരാ? യൂദ. 11 പേരും അത് ആസ്വദിച്ചു. മരണം ആസ്വദിക്കാതെ ദൈവരാജ്യം ആസ്വദിച്ചു. കർത്താവ് പറഞ്ഞു, ബലാത്കാരികൾ ബലാത്കാരേണ സ്വർഗരാജ്യം അവകാശമാക്കും. അവിടെ കടക്കാനൊരു വഴി കർത്താവ് പറഞ്ഞു.
രക്ഷാനുഭവം പ്രാപിച്ച് സ്നാനമേറ്റ് ആത്മനിറവിൻ്റെ ജീവിതം. അത് അവിടേക്കുള്ള പ്രവേശനത്തിൻ്റെ വഴി. അതുവരെ കണ്ട ക്രമം, ഒരുവൻ രക്ഷിക്കപ്പെടുക, അപ്പോൾ തന്നെ സ്നാനപ്പെടുക. അടുത്ത ഘട്ടത്തിൽ ദൈവം അവന് പരിശുദ്ധാത്മാവിനെ കൊടുക്കുമ്പോൾ അവൻ സഭയുടെ അംഗമായി. അങ്ങനല്ലേ? അങ്ങനെയാ, വേറൊരു വഴിയില്ല. പക്ഷെ ചിലർ ഈ ക്രമം തെറ്റിച്ചു അവരുടെ കുഴപ്പമില്ല. അവരുടെ സന്തോഷം കൊണ്ട് രക്ഷാനുഭവം പ്രാപിച്ച് സ്നാനത്തിൽ നിന്നും കാത്തു നിന്നില്ല. അവരാത്മാവിലങ്ങ് സന്തോഷിച്ച് ഇതിനകത്ത് ഇടിച്ചങ്ങ് കയറി. ശമര്യരെ അങ്ങനല്ലേ പറഞ്ഞേ? അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, ഇനി അവരെ വിലക്കണ്ട, സ്നാനവും കൊടുത്തേക്കാൻ. ആരും വിലക്കരുത്. ഇതാ ഈ ബലാൽക്കാരികൾ ബലാൽക്കാരേണ കടന്ന സ്വർഗരാജ്യം. അത് ഭക്ഷണമല്ല, പാനീയമല്ല, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലെ സന്തോഷം. സ്നാപക യോഹന്നാൻ എത്ര അപേക്ഷ വെച്ച് കാത്തിരുന്നാലും അങ്ങേക്കിനകത്ത് പ്രവേശനമില്ല. എന്താ കാരണം? ന്യായപ്രമാണവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ. പിടിയോ? നമ്മൾ സഭയിലാണ്, പുള്ളി സഭയിലല്ല. കാരണം ഇത് മണവാളൻ്റെ സ്നേഹിതൻ. ഹല്ലേലൂയ. നിത്യതയിൽ തിരുസഭയുടെ കൂടെയല്ല യോഹന്നാന്റെ വാസം. അബ്രഹാമിനോട് കൂടെ, ഇസ്ഹാക്കിനോട് കൂടെ, ദാവീദിനോട് കൂടെ, പഴയ നിയമവിശുദ്ധന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായി, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനായി അദ്ദേഹം അവിടെ കാണും. നിത്യതയിൽ സഭയല്ല. നമ്മുടെ വ്യത്യാസം എന്താ? നമ്മളവൻ്റെ കാന്ത. ഹല്ലേലൂയ. യോഹന്നാൻ അബ്രഹാം ഒക്കെ ആര്? സ്വന്തം ജനം. അപ്പോൾ സ്വന്തം ജനമാണോ വലുത്, കാന്തയാണോ? കാന്ത. മനസ്സിലായോ? കല്യാണം കഴിക്കാത്ത കുഞ്ഞുങ്ങളെല്ലാം മനസ്സിലാക്കിയോ, കാന്തയാ പ്രധാനം എന്ന് പറഞ്ഞ് ഇന്ന് രാത്രി അതിനു വേണ്ടി ഒരുങ്ങണ്ട. കർത്താവിൻ്റെ ദാസൻ്റെ ദൂത് പറഞ്ഞു, ഞാനത് ഏറ്റെടുക്കുന്നു, എന്നോടുള്ള ആലോചനയാണെന്ന് പറഞ്ഞ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒക്കെ സമയമാകുമ്പോൾ ഇഞ്ഞ് വരും. പിടിയോ? കാന്തയാണ് പ്രധാനം. കാന്തയായി തീരാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യം. കർത്താവിൻ്റെ കാന്ത. പ്രൈസലോ. സ്വന്തം ജനമല്ല വലുത്, പിന്നെ ആരാണ്? കാന്ത. കൃപയാലത്രേ വിശ്വാസം മൂലം നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് പ്രവൃത്തികൾ കാരണമല്ല. അതിൻ്റെ മർമ്മം ഒന്നിങ്ങനെ പറഞ്ഞ് നമുക്ക് പിരിയാം. പ്രിയരേക്കൾക്ക് ഒരു കാര്യം, വിളിക്കുന്നവരിൽ വിവാഹം കഴിഞ്ഞ ആളുകളുണ്ടല്ലോ. ഭൂരിലക്ഷം പേര് കല്യാണം കഴിഞ്ഞവരാ. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ജീവിതത്തിൽ ഒരു യോഗ്യതയും ഒരു ഗുണവും, പണം കൊണ്ടാകട്ടെ, സൗന്ദര്യം കൊണ്ടാകട്ടെ, കുലമഹിമ കൊണ്ടാകട്ടെ, ഒന്നിനും കൊള്ളാത്ത ഒരാളാണ് എൻ്റെ ഭാര്യയെന്ന് പറയാൻ ആർക്കെങ്കിലും പറ്റുമോ? അല്ല, അങ്ങനെ ഒരാളെ എൻ്റെ ഹസ്ബൻഡെന്ന് പറയാൻ ആരും ഇവിടെ ഉണ്ടോ? കൈ പൊക്കണ്ട, അത് വേറൊരു പ്രശ്നമാകും. ഒരു വിധത്തിലും കൊള്ളൂല. പണമുണ്ടോ? ഇല്ല. സൗന്ദര്യമുണ്ടോ? അതില്ല. എന്തെങ്കിലും പ്രാപ്തിയുണ്ടോ? അതുമില്ല. ഒന്നിനും കൊള്ളാത്ത ഒരാളാണ് എന്നെ കെട്ടിയെന്ന് പറയാൻ ആർക്കും പറ്റില്ല. എവിടെങ്കിലുമൊക്കെ ആ കുറവ് പരിഹരിച്ചു പോയി. ഒരാൾ പറയാം, ഞാൻ ഈ പൈസയൊന്നും കാര്യമായിട്ട് നോക്കില്ല, കാശിലോ അതിനകത്ത് എന്താ ഇരിക്കുന്നത്, അതിനകത്തൊന്നും കാര്യമില്ല. അപ്പോൾ അതിൻ്റെ അടുത്ത് ആ പെണ്ണിന് ജോലിയോ എന്തൊക്കെ പ്രാപ്തിയൊക്കെ ഉണ്ടായിരുന്നു. ഇല്ല, നീ കോംപ്രമൈസ് ചെയ്തൊന്നും അല്ല, വിട്ടുവീഴ്ചയൊന്നും അല്ല. ഇമാരി ആരോടായി പറയുന്നത്? ഒരുത്തൻ പറയാ, സൗന്ദര്യത്തിൽ എന്തോ കാര്യം ഇരിക്കും, ഞാനിപ്പോൾ അതൊന്നും നോക്കിയില്ല. അതിൻ്റെ അർത്ഥം അവനിഷ്ടം പോലെ കാഴ്ച കിട്ടിയതാ. പിടിയോ? ഇങ്ങനെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാത്ത ഒരു ബന്ധവും ഇല്ല. ഇതിപ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ മാറി കിട്ടിയില്ല ഞാൻ പറഞ്ഞപ്പോൾ. ഇനി അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഓർത്തണം, ഇതൊന്നും ഒരു പ്രശ്നമല്ല, നിങ്ങൾ എന്താ എന്നെ കെട്ടിയെന്നൊക്കെ എനിക്ക് മനസ്സിലായി പറഞ്ഞേക്കണം. അതിന് വേണ്ടി കൂടെ പറഞ്ഞാൽ. പക്ഷെ ആരെങ്കിലും അറിഞ്ഞിരുന്നുകൊണ്ട് ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു പെണ്ണിനെ, യോഗ്യതയില്ലാത്തൊരു പെണ്ണിനെ, വിവരമില്ല, അറിവില്ല, ബോധമില്ല, ഒരു ബോധമില്ലാത്തൊരു പെണ്ണിനെ, ആരെങ്കിലും ഒരു യുവകോമളൻ, കോടീശ്വരൻ, എല്ലാ ഗുണങ്ങളും തികഞ്ഞവൻ കല്യാണം കഴിച്ച ചരിത്രമുണ്ടോ? ഇല്ല. അങ്ങനെ ഒരുവനേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. ഒരു ഗുണവുമില്ലാത്ത നമ്മെ തൻ്റെ കാന്തയായി സ്വീകരിപ്പാൻ അവൻ കാട്ടിയ സന്നദ്ധതയുടെ പേരാണ് അവൻ്റെ കൃപ. അവൻ ഇന്ന് രാത്രിയോടെ വിട്ടു പിരിയുമ്പോൾ ആ കൃപയുടെ ആഴം തിരിച്ചറിഞ്ഞിട്ട് പറയണം, ഞാൻ യോഗ്യനായിട്ടല്ല, നീ എന്നെ തിരഞ്ഞെടുത്തു, ഞാൻ നിന്നെയല്ല തിരഞ്ഞെടുത്തത്, നീ എന്നെ തിരഞ്ഞണഞ്ഞ മഹാസ്നേഹം. കൃപയാൽ അത്രേ വിശ്വാസം മൂലം നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് പ്രവൃത്തികൾ കാരണമല്ല, കൃപയല്ലാതെ മറ്റൊന്നുമല്ല ഈ തിരഞ്ഞെടുപ്പിൻ്റെ മാനദണ്ഡമെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ വിട്ടുപോകുന്ന എല്ലാ സഹോദരി സഹോദരന്മാരും ആ കൃപയ്ക്ക് തക്കവണ്ണം അവന് മഹത്വം കൊടുത്ത് ഒരു ജയജീവിതം നയിപ്പാൻ ദൈവപുത്രൻ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അടുത്ത ദിവസത്തെ പഠനത്തിന് കൂടുതൽ പ്രാർത്ഥനയോടെ, പഠനത്തോടെ, താല്പര്യത്തോടെ വരാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും പ്രാപ്തരാക്കട്ടെ.
എന്നാശംസിച്ച് നിർത്തുന്നു. കർത്താവ് നമ്മളെല്ലാവരും സഹായിക്കട്ടെ.